ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളെ മറ്റുള്ളവർ എങ്ങനെയാണ് കാണുന്നത്, അല്ലെങ്കിൽ ഈ ഒരു സമയം, അല്ലെങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് മറ്റുള്ളവർ നിങ്ങൾക്ക് തരുന്ന വാല്യൂ എന്താണ്, അല്ലെങ്കിൽ അവർ നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത് എന്നൊക്കെ ഉള്ള ഒരു തരം റീഡിങ്ങാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരു ആഗ്രഹം ഉണ്ടാവും, അവരെന്നെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ മറ്റുള്ളവർ എന്നെക്കുറിച്ച് എന്തൊക്കെയാണ് ആലോചിക്കുന്നത്, അവർക്ക് എന്നെ പറ്റിയുള്ള അഭിപ്രായം എന്താണ്, അങ്ങനത്തെ ഉള്ള കുറച്ചധികം ആഗ്രഹങ്ങളുണ്ടായിരിക്കും. അറിയാനും കേൾക്കാനും ഒരു ആഗ്രഹം ഉണ്ടായിരിക്കും. അപ്പം മറ്റുള്ളവർ നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് ഫസ്റ്റ് ലുക്കിലായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ലുക്ക് ബേസിലായിരിക്കാം. അങ്ങനത്തെ ഉള്ള കുറച്ച് കാര്യങ്ങളനുബന്ധിച്ച് നമ്മൾ നോക്കാൻ പോകുന്നത്. മറ്റുള്ളവർ നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത്, അവർ നിങ്ങളെ എങ്ങനെയാണ് കാണുന്നത്, നിങ്ങളുടെ കരിയർ ആയിരിക്കാം, ഫിനാൻസ് ആയിരിക്കാം, ലുക്കായിരിക്കാം, ഗ്ലാമർ ആയിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ശരീര ഭംഗിയായിരിക്കാം, അവരെന്തൊക്കെയാണ് നിങ്ങളിൽ ആസ്വദിക്കുന്നത്, അങ്ങനത്തെ ഉള്ള കുറച്ചധികം കാര്യങ്ങളാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിനുവേണ്ടി ഞാനിവിടെ 2 പൈൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഇൻറ്റ്യൂഷനോട് ചോദിച്ചതിന് ശേഷം 3 തവണ ശ്വാസം വലിച്ചിട്ടതിന് ശേഷം നിങ്ങൾക്ക് പൈൽ സെലക്ട് ചെയ്യാവുന്നതാണ്. ഇതാണ് 2 പൈൽസ്. ഇതാണ് ഫസ്റ്റ് നമ്പർ 1. ഇതാണ് ആ പൈൽ, ഫസ്റ്റ് പൈലാണത്. ഇതാണ് ഫസ്റ്റ് പൈല്. ഇതാണ് സെക്കൻഡ് പൈല്. അപ്പം നിങ്ങളുടെ ഇൻറ്റ്യൂട്ടീവിൽ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ അട്രാക്റ്റീവായി നിൽക്കുന്ന ഒരു പൈൽ സെലക്ട് ചെയ്യുക. അതായത് ആദ്യമായിട്ട് കാണുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ഇതിൽ നിന്നും ഒരു പൈൽ സെലക്ട് ചെയ്യുക നിങ്ങൾ. എന്നതിന് ശേഷം നിങ്ങൾക്ക് ഏറ്റവും അട്രാക്റ്റീവായിട്ടൊരു പൈൽ സെലക്ട് ചെയ്യാൻ നോക്കുക. എന്നിട്ട് മാക്സിമം വീഡിയോ ഫുള്ളായിട്ട് കാണാൻ വേണ്ടി നോക്കാം. ഇത് മാത്രം നിങ്ങൾ ചെയ്താൽ മതിയാവും. നിങ്ങൾക്ക് മറ്റുള്ളവർ നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് അതിനെക്കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്പർ 1 ഫസ്റ്റ് പൈൽ ചൂസ് ചെയ്ത ആൾക്കാർ റീഡിംഗ് ആണ്. അതായത് 1ാമത്തെ പൈൽ, ഈ ഒരു പൈൽ സെലക്ട് ചെയ്ത ആൾക്കാരുടെ റീഡിംഗ് ആണ് ആദ്യമായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത്. 1ാമത്തെ പൈൽ, ഫസ്റ്റ് പൈൽ. നിങ്ങളെക്കുറിച്ചുള്ള മറ്റുള്ളവരുടെ ചിന്തകൾ എന്തൊക്കെയാണെന്നാണ് നോക്കാൻ പോകുന്നത്. നമ്പർ ഫസ്റ്റ്, എല്ലാ രീതിയിലും നമ്മൾ ഇവിടെ നോക്കുന്നതാണ് നിങ്ങളെക്കുറിച്ചുള്ള മറ്റുള്ളവരുടെ ചിന്തകൾ. എല്ലാ രീതിയിലും നമ്മൾ നോക്കും. ഓക്കെ, അപ്പം നമ്പർ ഫസ്റ്റാണ് നമ്മൾ നോക്കുന്നത്. അപ്പം നമുക്ക് നോക്കാം എന്താണ് നിങ്ങളെക്കുറിച്ച് മറ്റുള്ളവർ ചിന്തിക്കുന്നത്, എന്താണ് നിങ്ങളെക്കുറിച്ച് മറ്റുള്ളവർക്ക് എന്ന് നമുക്ക് അറിയാമല്ലോ ഈ ഒരു സമയത്ത്. ഓക്കെ, അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് കുറേയധികം ആൾക്കാരെ സംബന്ധിച്ച് അവർ ചിന്തിക്കുന്ന കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളെ പെട്ടെന്ന് മണ്ടന്മാരാക്കാൻ പറ്റും, അല്ലെങ്കിൽ നിങ്ങളെ പെട്ടെന്ന് കബളിപ്പിക്കാൻ പറ്റും. പക്ഷേ യു ആർ ദ അവേക്കനിങ്, നിങ്ങളൊരു അവേക്കനിങ് സ്റ്റേജിൽ നിൽക്കുന്ന ആളാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഭയങ്കരമായിട്ടും ഭയങ്കര സ്ട്രോങ് ആണെന്ന് അഭിനയിച്ചുകൊണ്ട് നിൽക്കുന്ന ആൾക്കാരാണ്. ബട്ട് നിങ്ങളുടെ ഇൻസൈഡിൽ നിങ്ങൾ ഭയങ്കര പെയിൻഫുള്ളും ഇൻസൈഡിൽ ഭയങ്കരമായിട്ടും വിഷമം ആയിട്ട് നിൽക്കുന്ന വ്യക്തികളാണെന്ന് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തികൾ കുറേയധികം ആൾക്കാർക്ക് അറിയാം, കണക്ട് ചെയ്യാൻ പറ്റും പെട്ടെന്ന്. ചോദിച്ചു കഴിഞ്ഞാൽ എന്തും വാരിക്കോരി കൊടുക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് ലൈഫിൽ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ നിന്ന് കഴിഞ്ഞാൽ അവർക്ക് എന്തും ലഭ്യമാകും. എനർജി ആയാലും, അതേപോലെ തന്നെ പണമായാലും, അതുപോലെ തന്നെ എന്ത് കാര്യമായാലും നിങ്ങളുടെ അടുത്ത് വാരി എറിഞ്ഞ് കൊടുക്കും, അല്ലെങ്കിൽ നിങ്ങളൊന്ന് ഊറ്റിയെടുത്തുകൊണ്ട് പോകാം എന്നുള്ള ചിന്താഗതിയിലുള്ള കുറച്ചധികം ആൾക്കാർ ഇവിടെ ഉള്ളതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ചില കണക്ഷൻസ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ലൈഫിൽ അവർക്കറിയാം, നിങ്ങളുടെ ലൈഫിൽ കുറേയധികം ആൾക്കാർ വരുന്ന ടെമ്പററി കണക്ഷൻ ആയിട്ടാണ് വരുന്നത്. അതായത് ജസ്റ്റ് ഒരു 2-3 മന്ത്സ് വന്നതിന് ശേഷം നിങ്ങളുടെ ലൈഫിൽ നിന്നും എന്തെങ്കിലും അട്രാക്റ്റഡ് ആവാൻ നോക്കിയിട്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങളുടെ ലൈഫിൽ നിന്നും എടുത്തുകൊണ്ട് പോയിട്ട് അവരുടേതായ എംപ്രസ് കാർഡിൽ, അല്ലെങ്കിൽ എംപ്രസ് ആയിട്ടുള്ളൊരു ലൈഫിൽ ജീവിക്കുന്ന കുറച്ചധികം ആൾക്കാരുണ്ട്. നിങ്ങൾ അവേക്കനിങ് ആണ്. നിങ്ങൾ നിങ്ങൾ പോകുന്ന സ്റ്റേജ് ആയാലും, നിങ്ങൾ പോകുന്ന സിറ്റുവേഷൻസ് ആയാലും നിങ്ങൾ ഓൾമോസ്റ്റ് അവേക്കനിങ് ആയിട്ടുള്ള വ്യക്തികളാണ്. പക്ഷേ നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും പെട്ടെന്ന്. നിങ്ങളെ കുറച്ച് സ്നേഹിച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങളെ കുറച്ച് പൊക്കി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പെട്ടെന്ന് വളയും, അല്ലെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് സെറ്റാവും എന്നുള്ള ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. അങ്ങനത്തെ കുറച്ചധികം എനർജി ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ ലൈഫിൽ വരുന്ന മിക്കുള്ള ആൾക്കാരും നിങ്ങൾക്ക് റിഫ്ലക്റ്റഡ് ആവുന്ന ആൾക്കാരായിരിക്കും. അതായത്
നിങ്ങൾ തന്നെ വിചാരിക്കും, അയ്യോ ഈ വ്യക്തി ഞാനുമായിട്ട് എന്തെങ്കിലും മുൻജന്മ ബന്ധമുണ്ട്, അല്ലെങ്കിൽ ഈ വ്യക്തി ഞാനുമായിട്ട് എന്തെങ്കിലും കണക്ഷൻസ് ഉണ്ട്. കാരണം ഇൻസൈഡിൽ നിങ്ങൾക്ക് തോന്നിപ്പോവും ഈ വ്യക്തി ഞാൻ തമ്മിൽ എന്തെങ്കിലും കണക്റ്റഡ് ആവും, അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടായിരിക്കും എന്നൊക്കെ തോന്നുന്ന കുറച്ചധികം ആൾക്കാർ നിങ്ങളുടെ ലൈഫിലോട്ട് പെട്ടെന്ന് വരാൻ ചാൻസ് ഉണ്ട്. ബട്ട് പോകുന്ന വഴി ഒന്നാണെങ്കിൽ പോലും തിരിച്ച് റിട്ടേൺ പോകുന്ന സിറ്റുവേഷൻസ് രണ്ട് പാതയായിട്ടാണ് കാണാൻ പറ്റുന്നത്. കാരണം നിങ്ങളുടെ ലൈഫിൽ ഒരു വ്യക്തി എത്ര നാൾ വന്നു കഴിഞ്ഞാലും ആ വ്യക്തി പോവേണ്ട വഴിക്ക് നിങ്ങൾ രണ്ടും തിരിഞ്ഞു പോകുന്നതായിട്ടും കാണാൻ പോകുന്നുണ്ട്. എത്ര ബെസ്റ്റ് ഫ്രണ്ട്സ് ആയാലും. അതായത് നിങ്ങളുടെ ലൈഫിൽ വരുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത്, ഈ വ്യക്തി ഒരു ടൈം ആവുന്ന സമയത്ത് നിങ്ങളുടെ ലൈഫിൽ നിന്നും റിട്ടേൺ പോകും. കുറേ നാൾ നിങ്ങളെ കൂടെ ഉണ്ടാകും, എന്തെങ്കിലും പർപ്പസിന് വേണ്ടി റിലേഷൻഷിപ്പ് ആയിരിക്കും, കരിയർ, ഫിനാൻസ്, അങ്ങനത്തെ എന്ത് സീനിലായാലും നിങ്ങളെ കൂടെ നിന്ന് എല്ലാം ചെയ്തതിന് ശേഷം നിങ്ങളുടെ ലൈഫിൽ നിന്ന് തിരിച്ചു പോകുന്നതായിട്ട് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഈ വ്യക്തിക്ക് അറിയാൻ പറ്റും, നിങ്ങളുടെ കുറേയധികം ആൾക്കാർ നിങ്ങളുടെ ലൈഫിൽ വരുന്ന കർമ്മ റിലേറ്റഡ് ആയിട്ടുള്ള സംഭവങ്ങൾ എൻഡ് ആക്കാൻ വേണ്ടിയിട്ടാണ്. കർമ്മ റിലേറ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് നിങ്ങളുടെ ലൈഫിൽ നിന്ന് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്നതായിട്ട് കാണാൻ പറ്റുന്നത്. മേ ബി അതൊരു റിലേഷൻഷിപ്പ് ആയിരിക്കും, കരിയർ ബേസിലായിരിക്കും നിങ്ങളുടെ ലൈഫിൽ വരുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങളുടെ ലൈഫിൽ ഒരു ഫുൾ സ്റ്റോപ്പ് ഇടാൻ വേണ്ടി ചില ആൾക്കാർ വരും. ചില സിറ്റുവേഷൻസ് ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ട് പുതിയ കരിയർ, ഫിനാൻസ് അങ്ങനെ നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്ന ആൾക്കാരുണ്ട്. ഇങ്ങനെ വരുന്ന വ്യക്തികൾ നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചിരിക്കുന്നതെന്ന് പറയുന്നത്, നിങ്ങളെക്കുറിച്ച് ഒന്നും അറിഞ്ഞുകൂടാതെ നിങ്ങളുടെ ലൈഫിൽ വന്നിട്ട് യുണീക്കായിട്ടുള്ള ആക്ഷൻസ് എടുക്കുന്ന കുറച്ചധികം ആൾക്കാരുണ്ട്. അതായത് നിങ്ങൾ പോലും അറിയത്തില്ലായിരിക്കാം അവരെന്താണ് ആക്ഷൻ എടുക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ പോലും വിചാരിക്കാത്ത തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വന്ന് ചെയ്തിട്ട് പോകുന്ന കുറച്ചധികം ആൾക്കാരുണ്ട്. മേ ബി നിങ്ങൾ തന്നെ വിചാരിക്കും, ഈ വ്യക്തി എന്തിനാണ് എൻ്റെ ലൈഫിൽ വന്ന് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്, അല്ലെങ്കിൽ ഈ വ്യക്തി എന്തിനാണ് എൻ്റെ ലൈഫിൽ വന്ന് ഇങ്ങനെയൊക്കെ ചെയ്തത്, എന്തിനാണ് എൻ്റെ ലൈഫിൽ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നൊക്കെ തോന്നുന്ന കുറച്ചധികം ക്യാരക്ടേഴ്സ് നിങ്ങളുടെ ലൈഫിലോട്ട് വരാൻ ചാൻസ് ഉള്ളതായിട്ടാണ് കാണാൻ പറ്റുന്നത്. നിങ്ങളെ സംബന്ധിച്ച് കുറച്ചധികം ആൾക്കാർ, അല്ലെങ്കിൽ അവർക്കറിയാം നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ പുറമേ നിങ്ങളെ കബളിപ്പിക്കാൻ പറ്റും. ബട്ട് നിങ്ങളുടെ ഇന്നർ, അല്ലെങ്കിൽ നിങ്ങളുടെ സോൾ എന്ന് പറയുന്നത് ഭയങ്കര അവേക്കനിങ് ആണ്. അതുപോലെ തന്നെ നിങ്ങൾ ഭയങ്കരമായിട്ട് കാര്യങ്ങൾ റിയലൈസ് ചെയ്ത് കാര്യങ്ങൾ അറിയാമെന്നുള്ള ലോകപരിചയമുള്ള, ലോക എക്സ്പീരിയൻസ് ഉള്ള ഒരാളായിട്ട് അവർ കാണുന്നുണ്ട്. ബട്ട് നിങ്ങൾ കളിച്ചും ചിരിച്ചും ഇങ്ങനെ നടക്കുന്ന വ്യക്തിയാണെങ്കിൽ പോലും നിങ്ങളെ സംബന്ധിച്ച് എല്ലാ കാര്യങ്ങളും അറിയാം എന്നാണ്. നിങ്ങൾ അങ്ങനെ വെറുതെ വന്ന് നശിപ്പിച്ചിട്ട് പോകാൻ, അല്ലെങ്കിൽ വെറുതെ വന്ന് കളിച്ചിട്ട് പോകാനൊന്നും പറ്റുന്നില്ല. കർമ്മ റിലേറ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഒക്കെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്കും അറിയാം എന്നുള്ളതായിട്ട് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ ഭയങ്കരമായിട്ടും അതിനെതിരെ ആക്ഷൻ എടുക്കാൻ നോക്കും. നിങ്ങൾ ആരെങ്കിലും നശിപ്പിക്കാൻ നോക്കി കഴിഞ്ഞാൽ നിങ്ങളത് മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരൊന്നും ആയിരിക്കത്തില്ല. ബട്ട് നിങ്ങൾ ആക്ഷൻ എടുക്കും, അതിനെതിരെയുള്ള അല്ലെങ്കിൽ അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് നിങ്ങൾ ആക്ഷൻ എടുക്കും എന്നാണ് ഈ ഒരു സമയത്ത് കാണാൻ പറ്റുന്നത്. ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാർക്ക്, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ വ്യക്തി വരുന്ന സമയത്ത് വ്യക്തമായിട്ടറിയാം നിങ്ങൾ ഭയങ്കര എന്താ പറയുക, നിങ്ങളുടെ ലൈഫിൽ വരുന്ന ആൾക്കാർക്ക് ഭയങ്കരമായിട്ടുള്ള ഉപയോഗം ഉണ്ടാവുമെന്ന് ഭയങ്കരമായിട്ടും അറിയാം. അതായത് നിങ്ങൾ ഭയങ്കര ക്രിയേറ്റീവാണ്. ക്രിയേറ്റീവ് എന്ന് പറയാൻ നിങ്ങളുടെ ലൈഫിൽ വന്നു കഴിഞ്ഞാൽ അവർക്ക് പുതിയ ആയിട്ടുള്ള ഇൻറ്റ്യൂഷൻസ്, പുതിയ ന്യൂസൊക്കെ കിട്ടാൻ വേണ്ടി തുടങ്ങും. അതായത് മേ ബി നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് കുറേ ലോകപരിചയമുള്ള ആൾക്കാരായിരിക്കാം, കുറേ കാര്യങ്ങൾ അറിയാമെന്നുള്ള ആൾക്കാരായിരിക്കാം, ഭയങ്കരമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരായിരിക്കും. അപ്പം നിങ്ങളുടെ ലൈഫിൽ വരുന്ന സമയത്ത് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ന്യൂസുകൾ, നിങ്ങളുടെ കയ്യിലിരിക്കുന്ന കാര്യങ്ങൾ, നിങ്ങളുടെ കയ്യിൽ ക്രിയേറ്റീവായിട്ടുള്ള എന്തെങ്കിലും സംഭവങ്ങൾ ആ വ്യക്തിക്ക് കിട്ടും എന്നുള്ളൊരു ഉറപ്പ് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് ഉണ്ടാവുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളെ സംബന്ധിച്ച് എന്താ പറയുക, നിങ്ങളൊരു ഫ്യൂവലാണ്. അതായത് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി ഒരു വണ്ടിയാണെങ്കിൽ, ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി ഒരു ബൈക്കാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു കാറാണെന്ന്, ഒരു വാഹനമാണെന്നുണ്ടെങ്കിൽ അതിന് പെട്രോൾ ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്രോൾ അടിച്ചു കൊടുക്കാൻ പറ്റും. കാരണം യു ആർ എ എനർജി ക്രിയേറ്റർ. അതായത് നിങ്ങളൊരു എനർജി ഭയങ്കരമായിട്ട് പമ്പ് ചെയ്യുന്ന ഒരാളായിട്ടാണ് കാണാൻ പറ്റുന്നത്. നിങ്ങളെ സംബന്ധിച്ച് എനർജി നിങ്ങൾക്ക് ഇഷ്ടം പോലെ ഉണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എത്രത്തോളം ഫ്യൂൽ ആ വ്യക്തിക്ക് അടിച്ചു കൊടുത്തു കഴിഞ്ഞാലും ആ വ്യക്തി ഇങ്ങനെ പമ്പായിക്കൊണ്ടിരിക്കും. കാരണം നിങ്ങൾക്ക് അത്രത്തോളം എനർജി ഉള്ള ഒരാളായിട്ടാണ് കാണാൻ പറ്റുന്നത്. നിങ്ങൾ ഓപ്പോസിറ്റ് ഏതൊരു വ്യക്തി വന്ന് നിന്നാൽ പോലും നിങ്ങളുടെ ഓറ, അല്ലെങ്കിൽ നിങ്ങളുടെ അത്രത്തോളം ഒരു പവർഫുള്ളായിട്ടുള്ളൊരു എനർജി കൊണ്ട് ഓപ്പോസിറ്റിൽ നിന്ന് നിൽക്കുന്ന വ്യക്തിക്ക് ഭയങ്കരമായിട്ടും എനർജി പാസ് ആവുകയും ചെയ്യും. അതുപോലെ തന്നെ ഭയങ്കരമായിട്ടും ക്ലെൻസ് ആവുകയും ചെയ്യും. അതുപോലെ തന്നെ ഭയങ്കരമായിട്ടും നിങ്ങളുടെ ഒരു ലൂപ്പിൽ നിന്ന് കളിക്കാൻ വേണ്ടി പറ്റും. അതായത് നിങ്ങളുടെ ഒരു എനർജി ബേസിൽ നിന്ന് ആ വ്യക്തിക്ക്, ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് ഒരു വെളിച്ചം കിട്ടുന്ന കണക്ക് ആവുന്നൊരായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അതായത് ബ്രൈറ്റ് ആവും, ഗ്ലോ ആവും. അതുപോലെ തന്നെ എന്താ പറയുക, ചിന്നൊക്കെ ഭയങ്കരമായിട്ടും ക്ലെൻസ് ചെയ്യും.
ഈ ഒരു സമയത്ത് അല്ലെങ്കിൽ ഓക്കെ, പാഷനേറ്റ് ആയിട്ടുള്ള ഒരാളാണ്. നിങ്ങളെ സംബന്ധിച്ച് എന്ത് കാര്യം ചെയ്യുമ്പോഴത്തേക്കും, എന്ത് സിറ്റുവേഷൻ, എന്താ പറയുക, ഒരു സ്മൈൽ പോലും നിങ്ങൾ ചെയ്യുന്ന ഭയങ്കരമായിട്ടുള്ള ആത്മാർത്ഥത കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ ജെന്യൂൻ ആയിട്ടായിരിക്കും, മനസ്സുകൊണ്ടായിരിക്കും. നിങ്ങൾ മനസ്സുകൊണ്ടല്ല, അല്ലാതെ നിങ്ങൾ വേറൊന്നും ചെയ്യത്തില്ല. നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും പർപ്പസ് ഉണ്ടെന്നുണ്ട്, അത് നിങ്ങൾ ചെയ്ത് തീർക്കാൻ വേണ്ടി ഏത് അറ്റം വരെയും പോകും. നിങ്ങളൊരു ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ അത് ചെയ്യാൻ വേണ്ടി ആത്മാർത്ഥപരമായിട്ട് ഏത് ജോലിയും ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന ഒരാളായിട്ട് കാണാൻ പറ്റുന്നു. ഭയങ്കരമായിട്ടും പാഷനേറ്റ് ആയിട്ട്, ക്രിയേറ്റിവിറ്റി ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന ഒരു വ്യക്തിയായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങളുടെ ലൈഫിൽ എന്ത് തിങ്സ് ഉണ്ടെങ്കിലും അത് നിങ്ങൾക്ക് ഭയങ്കരമായിട്ടും വാല്യൂ ഉള്ള ആളായിട്ടും കാണുന്നൊരു സിറ്റുവേഷൻ ബാക്കിയുള്ളവർക്ക് അറിയാം. കാരണം നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളെല്ലാത്തിനും വാല്യൂ കൊടുക്കുന്ന ആളാണ്. ചെറിയൊരു ഇമോഷൻസിന് പോലും, അല്ലെങ്കിൽ ചെറിയൊരു കാര്യത്തിന് പോലും നിങ്ങൾ ഭയങ്കരമായിട്ടും ഇമോഷൻസ് കൊടുക്കുന്ന അല്ലെങ്കിൽ ഭയങ്കരമായിട്ടും വാല്യൂ കൊടുക്കുന്ന ഒരാളായത് കൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾക്കൊരു ട്രസ്റ്റ് ഉണ്ട്, എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾക്കൊരു ഫുൾഫിൽമെൻറ്റ് വിഷസ് ഉണ്ട് എന്ന് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാർക്കറിയാം. നിങ്ങൾ പാഷനേറ്റ് ആയിട്ടുള്ള വ്യക്തിയാണെന്നും ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് അറിയാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനിലായിട്ടാണ് കാണാൻ പറ്റുന്നത്. നിങ്ങളുടെ ലൈഫിൽ നിന്നും എന്ത് സിറ്റുവേഷൻ വന്നാലും, എന്ത് പ്രശ്നം വന്നാലും, തരണം ചെയ്യാൻ കെൽപ്പുള്ള, അല്ലെങ്കിൽ എന്തും തരണം ചെയ്യാൻ വേണ്ടി എത്ര വലിയ സിറ്റുവേഷൻസിൽ പോയി കഴിഞ്ഞാലും ആ ഒരു തിൻ ലൈനിൽ കൂടെ പോകുന്ന വ്യക്തി ആയാലും നിങ്ങൾക്ക് അത് നിങ്ങൾ തരണം ചെയ്യൂല, നിങ്ങൾ തരണം ചെയ്യും, പക്ഷേ നിങ്ങളത് വിട്ട് കളയത്തില്ല. ഓൾമോസ്റ്റ് നിങ്ങളെ സംബന്ധിച്ച് എനിക്കിവിടെ കാണാൻ പറ്റുന്നത്, നിങ്ങൾ എത്ര വലിയ ഇഷ്യൂസ് ആയാലും, എത്ര വലിയ സിറ്റുവേഷൻസ് ആയാലും, എത്ര ടൈം എത്ര എൻഡ് ആയി കഴിഞ്ഞാലും നിങ്ങൾ മാക്സിമം പിടിച്ച് നിൽക്കാൻ വേണ്ടി നോക്കും. അതായത് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് വാശി ഉണ്ടാവുന്നുണ്ട്, നിങ്ങളെ സംബന്ധിച്ച് ഭയങ്കരമായിട്ടും വർക്ക് ഭയങ്കരമായിട്ടും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എന്താ പറയുക, ഒരു സമയത്ത് തന്നെ നിങ്ങൾ 2 ജോലി ചെയ്യാൻ വേണ്ടി നോക്കും, ഒരു സമയത്ത് തന്നെ 2 രീതിക്ക് ചിന്തിക്കും. അതുപോലെ തന്നെ എന്താ പറയുക, എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള എന്തോ ഒരു കഴിവ് നിങ്ങൾക്കുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്കെല്ലാം ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നൊരു സിറ്റുവേഷനിലായിട്ടും ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാർക്ക് അറിയാം. അതായത് നിങ്ങളെ അറിയാമെന്നുള്ള വ്യക്തികൾക്കറിയാം, നിങ്ങളെല്ലാം ഭയങ്കരമായിട്ട് ബാലൻസ് ചെയ്യുന്ന വ്യക്തിയാണ്, നിങ്ങൾ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള വ്യക്തിയാണ്, എന്തും തരണം ചെയ്യാൻ പറ്റുന്ന വ്യക്തിയാണ്, എന്ത് സിറ്റുവേഷനും നിങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന വ്യക്തിയാണ്. എത്ര വലിയ സിറ്റുവേഷനോട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാലും നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് എല്ലാ കാര്യവും നിങ്ങൾക്ക് ഭയങ്കരമായിട്ടും സിമ്പിളായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഏത് ജോലി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളത് ചെയ്യാൻ പറ്റും. കാരണം നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുക, അല്ലെങ്കിൽ ഭയങ്കരമായിട്ടും ഹാർഡ് വർക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ നിങ്ങളെ സംബന്ധിച്ച് നിസ്സാരമായിട്ടുള്ള കാര്യമായിട്ടാണ് കാണാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാം ബാലൻസ് ചെയ്ത് നിങ്ങളുടെ എല്ലാ ഒരു ബഡ്ജറ്റിന് ഒതുക്കി കൊണ്ടുപോകാൻ പറ്റുന്ന ഒരാളായിട്ടും കാണാൻ പറ്റും. അതായത് മെയിൻലി പറയുന്നതെന്ന് പറയുമ്പോഴത്തേക്കും ഓപ്പോസിറ്റ് നിൽക്കുന്ന, അല്ലെങ്കിൽ വേറൊരാൾ നിങ്ങൾക്ക് അറിയാം, ആ വ്യക്തിക്ക് അറിയാം നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ആവുന്ന ഒരാളാണ്, എല്ലാ രീതിയിലും ബാലൻസ്ഡ് ആണ്, അല്ലെങ്കിൽ അഡ്ജസ്റ്റ് ആവുന്നു എന്നുള്ളൊരു ഏത് സിറ്റുവേഷനിലായാലും നിങ്ങൾ അഡ്ജസ്റ്റ് ആവുമെന്ന് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തികൾക്ക് ഭയങ്കരമായിട്ടും അറിയാം എന്നുള്ളൊരു സിറ്റുവേഷനിലായിട്ടാണ് കാണാൻ പറ്റുന്ന ഈ ഒരു സമയം. കർമ്മ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യം, അതായത് നിങ്ങൾ നല്ല കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ട് തന്നെ നിങ്ങൾ നല്ല കാര്യങ്ങൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ കുറേയധികം കാര്യങ്ങൾ ചെയ്യുന്നതായിട്ടും കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങളൊരു കാര്യം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് അത് റിട്ടേൺ കിട്ടുന്നതായിട്ടും കാണാൻ പറ്റുന്നുണ്ട്. തെറ്റ് ചെയ്താൽ തെറ്റ് കിട്ടും, നല്ലത് ചെയ്താൽ നല്ലത് കിട്ടും എന്നുള്ളതായിട്ട് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പം നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ഭയങ്കര ഹാർഡ് വർക്കർ ആണെന്നുള്ളത് കാണാൻ പറ്റുന്നുണ്ട്. ഭയങ്കരമായ ലക്ഷറി ലൈഫ് ജീവിക്കണം എന്ന ആഗ്രഹമുള്ള വ്യക്തികളാണെന്ന് ഇവിടെ കാണാൻ പറ്റുന്നു. അങ്ങനെ ജീവിക്കുന്നതായിട്ടും കാണാൻ പറ്റും. നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിൽ നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ള ലക്ഷറി വേണം. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് എത്ര വലിയ പണം, അല്ലെങ്കിൽ എത്ര വലിയ സംഭവമുണ്ട്, അല്ലെങ്കിൽ എത്ര വലിയ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ട് എങ്കിൽ പോലും നിങ്ങളുടെ ലൈഫിൽ കുറേയധികം ആൾക്കാർ വരും. നിങ്ങളെ മുത്തി നിൽക്കാനും നക്കി നിൽക്കാനൊക്കെ ഇഷ്ടംപോലെ ആൾക്കാർ വരും. കാരണം നിങ്ങളുടെ എനർജി കൊണ്ടാണ് വരുന്നത് നിങ്ങളുടെ അടുത്തോട്ട്. കാരണം മേ ബി ഇല്ലെങ്കിൽ നിങ്ങളുടെ പണം കൊണ്ടായിരിക്കാൻ വരുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ക്യാരക്ടർ കൊണ്ടായിരിക്കാൻ വരുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ ജെന്യൂൻ ആയിട്ടുള്ളൊരു മനസ്സ് കൊണ്ടായിരിക്കാൻ വരുന്നത്. അങ്ങനെ നശിപ്പിച്ചിട്ട് പോകുന്നതായിട്ടൊന്നും കാണുന്നില്ല കേട്ടോ. ആരും വന്ന് നെഗറ്റീവ് കാണിച്ച് നിങ്ങളുടെ ലൈഫിൽ നിന്നെല്ലാം അങ്ങനത്തെ ഒരു സിറ്റുവേഷൻസ് എല്ലാം പോവും, നിങ്ങളായിട്ട് കൊടുക്കും. അല്ലാണ്ട് നിങ്ങളെ കയ്യിൽ നിന്ന് അങ്ങനെ എടുത്തുകൊണ്ട് പോകാൻ പറ്റുന്നൊരു സിറ്റുവേഷൻ ഒന്നും കാണുന്നില്ല. നിങ്ങൾക്ക് നല്ല രീതിയിൽ കളി അറിയാവുന്ന ആൾക്കാരായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഒറ്റപ്പെട്ട് നിൽക്കുക എന്നത് നിങ്ങൾക്ക് ഭയങ്കരമായിട്ടും ഇഷ്ടപ്പെട്ടൊരു സംഭവമാണ്. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്കൊരു ഒറ്റപ്പെട്ടൊരു സിറ്റുവേഷൻ നിങ്ങൾ ഭയങ്കരമായിട്ടും ഹാപ്പിനെസ് കാണിക്കുന്നുണ്ട്. ഒരു ഒറ്റപ്പെട്ട സിറ്റുവേഷനിൽ നിങ്ങൾ ഭയങ്കരമായിട്ടും ഹാർഡ്, അല്ലെങ്കിൽ ഭയങ്കരമായിട്ടും ഹെൽത്തി ആയിട്ട് നിങ്ങൾ കൊണ്ടുപോകുന്ന സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഒറ്റപ്പെട്ടൊരു സിറ്റുവേഷൻ. അത് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തികൾക്കറിയാം. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ഒറ്റയ്ക്ക് നിന്ന് കഴിഞ്ഞാലും ഭയങ്കര ഹാപ്പിനെസ്സാണ്. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ഇരട്ടയ്ക്ക് നിന്ന് കഴിഞ്ഞാൽ ഹാപ്പിനെസ്സാണ്. നിങ്ങൾ എവിടെ നിന്ന് കഴിഞ്ഞാലും നിങ്ങളുടെ ലൈഫിൽ ഹാപ്പിനെസ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു സക്സസ്ഫുൾ ആവും എന്നുള്ളൊരു ഹോപ്പ് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്കുണ്ട്.
നിങ്ങൾക്ക് എന്തും ബിൽഡ് ചെയ്യാനുള്ള കഴിവുമുണ്ട്, അതേപോലെ തന്നെ നശിപ്പിക്കാനുള്ളൊരു കഴിവുണ്ടെന്ന് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ലേബേഴ്സിൻ്റെ അടുത്ത് നിങ്ങളെ കൂടെ നിൽക്കുന്ന ആൾക്കാരുടെ അടുത്ത് എത്രത്തോളം നല്ലതായിട്ട് പെരുമാറും, നിങ്ങളൊരു ജെനുവിൻ ആയിട്ടുള്ള ക്യാരക്ടർ ആയതുകൊണ്ട് തന്നെ പണം ചോദിച്ചു കഴിഞ്ഞാൽ, കടം ചോദിച്ചു കഴിഞ്ഞാൽ കൊടുക്കുന്ന ഒരാളായിട്ട് കാണാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കുമിഞ്ഞുകൂടി കാര്യങ്ങൾ വരും, അല്ലെങ്കിൽ സമ്പത്ത് വരും എന്നുള്ളതായിട്ട് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. അതും ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാർക്കറിയാം. നിങ്ങളുടെ ഫ്യൂച്ചർ ലക്ഷറി ആയിട്ടുള്ളൊരു ലൈഫ് ആകും എന്ന് വിചാരിച്ച് നിൽക്കുന്ന കുറേ അധികം ആൾക്കാരുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ ഭയങ്കരമായിട്ടും ലക്ഷറി ആയിട്ട് ജീവിക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ നിങ്ങൾ ഭയങ്കരമായിട്ടും പണമുള്ള ആൾക്കാരാണ്, നിങ്ങൾ ഭയങ്കരമായിട്ടും നിങ്ങൾ സമ്പത്തുണ്ട് എന്ന് പറഞ്ഞ് നിൽക്കുന്ന കുറേ അധികം ആൾക്കാർ, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ കണ്ടിട്ട് നിങ്ങൾ അത്രയും പ്രൗഡിയിൽ ജീവിക്കുന്ന ആൾക്കാരാണ് എന്ന് പറഞ്ഞ് ആളാണെന്ന് പറഞ്ഞ് നിൽക്കുന്ന, എല്ലാ രീതിയിലും എല്ലാ സമ്പത്തും നിങ്ങളുടെ ലൈഫിലുണ്ട് എന്ന് പറഞ്ഞ് നിൽക്കുന്ന ആളാണ് എന്നുള്ള ഇവിടെ കാണാൻ പറ്റുന്നു. കുറേയധികം ആൾക്കാർ അങ്ങനെ ചിന്തിക്കുന്നുണ്ട് നിങ്ങളെ സംബന്ധിച്ച്. നിങ്ങളെ സംബന്ധിച്ച് കുറേയധികം ആൾക്കാർ ചിന്തിക്കുന്ന കാര്യം എന്താണെന്ന് പറയുമ്പോൾ, നിങ്ങൾ കുറേ വസ്തുണ്ട്, കാര്യങ്ങളുണ്ട്, നിങ്ങളെ സംബന്ധിച്ച് എല്ലാം ഉണ്ട് എന്ന് ചിന്തിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങൾക്കൊന്നിനും ഒരു കുറവില്ല എന്ന് പറഞ്ഞ് ചിന്തിക്കുന്ന കുറച്ചധികം ആൾക്കാരുള്ളതായിട്ട് കാണാൻ പറ്റണം. മേ ബി അത് അവർ ചിന്തിക്കുന്നതായിരിക്കാം. ഇതിനകത്തും ഓക്കെ ആയിട്ടാണ് കാണിക്കുന്നത്, വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷേ യുവർ സെൽഫാണ്, അതായത് നിങ്ങളുടെ സെൽഫിൽ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കതെല്ലാം ഉണ്ടെന്നാണ് അവർ വിചാരിക്കുന്നത്. മേ ബി അതിനെക്കുറിച്ച് എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റത്തുള്ളൂ ഉണ്ടോ ഇല്ല എന്നൊക്കെ. നിങ്ങളുടെ ഒരു നല്ല ടൈമിൽ, നിങ്ങളൊരു നല്ല സമയം മാത്രമേ നിങ്ങൾ ആൾക്കാരെ കാണിക്കുള്ളൂ. നിങ്ങളൊരു ചീത്ത സമയം നിങ്ങൾ ആൾക്കാരെ കാണിക്കത്തില്ല, എങ്കിൽ അവർ കാണത്തുമില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളെ ഒളിഞ്ഞു മറന്ന് നിന്ന് സ്നേഹിക്കുന്ന ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. മേ ബി നിങ്ങൾ ഭയങ്കരമായിട്ടും ഗ്ലാമറസ് ആയിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ വിധിപ്രകാരം നിങ്ങളുടെ ലൈഫിൽ കുറേയധികം സിറ്റുവേഷൻസ്, കുറേയധികം ആൾക്കാർ വരും. പക്ഷേ ഇവരെല്ലാവരും നിങ്ങളുടെ ലൈഫിൽ നിങ്ങളെ ഇഷ്ടപ്പെട്ട് നടക്കുന്ന കുറേയധികം ആൾക്കാരായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഒരു ന്യൂ സ്റ്റാർട്ട് തുടങ്ങുന്ന ലൈഫിൽ മാത്രമേ നിങ്ങളുടെ ലൈഫിലോട്ട് ആൾക്കാർ അട്രാക്റ്റഡ് ആകത്തുള്ളൂ. നിങ്ങളൊരു ഡൗൺ ഫെയിലിയർ ആയിരിക്കുന്ന സമയത്ത് നിങ്ങൾ വെളിയിൽ പോലും ഇറങ്ങത്തില്ല, അവർക്കത് അറിയാൻ പോലും പറ്റത്തില്ല, അവരെ നിങ്ങൾ കോൺടാക്റ്റ് പോലും ചെയ്യത്തില്ല, ആർക്കും ഒന്നും അറിയാൻ പറ്റത്തില്ല. നിങ്ങളുടെ സക്സസ് മാത്രമേ ആൾക്കാർ അറിയത്തുള്ളൂ, നിങ്ങളുടെ സക്സസ് മാത്രമേ ആൾക്കാർ ആഘോഷിക്കത്തുള്ളൂ. നിങ്ങളുടെ ഒരു നെഗറ്റീവ് ഒരിക്കലും ആൾക്കാർ ആഘോഷിക്കത്തില്ല. എത്രത്തോളം നിങ്ങൾക്ക് ലോങ് പോകാൻ പറ്റുമോ അത്രത്തോളം നിങ്ങൾ ലോങ് പോയിട്ടുള്ള ആൾക്കാരാണ്, അല്ലെങ്കിൽ അത്രത്തോളം നിങ്ങൾക്ക് അനുഭവ സമ്പത്തുള്ള ആൾക്കാരാണ്, അല്ലെങ്കിൽ അത്രത്തോളം നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ് പല സിറ്റുവേഷനിലും എന്ന് പലർക്കും അറിയാം. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളെപ്പോലെ ആവണം, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു കൂടെ നിൽക്കണം, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിലൊരു ഒരു 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 എന്താ പറയുക, ഒരു ഇടം വേണം, അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ ഒന്ന് കറങ്ങാൻ പോകണം, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു പോസിറ്റീവ് എനർജി ഉണ്ട്, അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കൂടെ എല്ലാത്തിനും വരണം. നിങ്ങളുടെ കൂടെ നിൽക്കുന്ന സമയത്ത് എന്തോ ഒരു പാത്ത് ക്രിയേറ്റഡ് ആവുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് കുറച്ചധികം ആൾക്കാർ നിങ്ങളെ നോക്കി നിൽക്കുന്ന ഒരു സിറ്റുവേഷനിലായിട്ടൊക്കെ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ യു ആർ ദ ക്രിയേറ്റർ, നിങ്ങളുടെ ഇവിടെ ക്രിയേറ്റർ ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ തീരുമാനമാണ് ഇവിടെ എല്ലാത്തിനും നിൽക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. സമ്പത്തും കാര്യങ്ങളെല്ലാം നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്നതായിട്ട് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങൾക്ക് മെയിൻലി വരുന്നൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ എത്ര വലിയ ഇഷ്യൂസ് ആയാലും എത്ര വലിയ സിറ്റുവേഷൻസ് ആയാലും നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ നിന്ന് ആ ട്രസ്റ്റ് പോകത്തില്ല എന്നുള്ളത് ആൾക്കാർക്കറിയാം. ആ ട്രസ്റ്റ് നിങ്ങൾ കളയത്തില്ല. ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയുടെ അടുത്തായാലും ആരുടെ അടുത്തായാലും, നിങ്ങളുടെ അടുത്ത് എത്ര തെറ്റ് ചെയ്താലും, നിങ്ങളുടെ അടുത്ത് എന്ത് പ്രശ്നം ഉണ്ടാക്കാൻ വന്നാലും നിങ്ങൾ അവരെ ട്രസ്റ്റ് ചെയ്യും. കാരണം നിങ്ങൾക്ക് അവിടെ നിന്ന് ഇവിടെ കാണിക്കുന്നത് നിങ്ങളുടെ വന്നിരിക്കുന്നതിനൊരു വ്യക്തമായ പർപ്പസുള്ള ആൾക്കാരായിരിക്കും. അതുകൊണ്ടായിരിക്കാം നിങ്ങളുടെ പാത്ത് എന്താണെന്ന് നിങ്ങൾക്കറിയാം. അതുകൊണ്ട് തന്നെ നിങ്ങളങ്ങനെ പുഷ് ചെയ്യത്തില്ല ആരെയും. നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ നിങ്ങളുടെ അടുത്തോട്ട് വരണം, അല്ലാണ്ട് നിങ്ങൾ പുഷ് ചെയ്ത് കൊണ്ടുപോകില്ല എന്നുള്ളതും ആൾക്കാർക്ക് അറിയാം എന്നാണ് പറയുന്നത്. വിധിപ്രകാരം പോകുന്ന കുറേയധികം ആൾക്കാരുണ്ട്. അതുകൊണ്ട് തന്നെ ഒന്നിനെയും പിടിച്ച് നിർത്തുന്ന ആൾക്കാരായിട്ടും കാണാൻ പറ്റുന്നില്ല. ഇവർ ജെനുവിൻ ഗായ് ആയിട്ടാണ് കാണാൻ പറ്റുന്നില്ല, ജെനുവിൻ ആയിട്ടുള്ള വ്യക്തിയായിട്ടാണ് കാണാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ ഇവരെ ഏഞ്ചൽ ആയിട്ടാണ് എല്ലാ ആൾക്കാരും കണ്ടുകൊണ്ടിരിക്കുന്നത്, ഒരു മാലാഖ ആയിട്ടാണ് എല്ലാ ആൾക്കാരും കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങളൊരു കിങ് ആണോ, ഒരു കിങ് മേക്കറാണോ, അല്ലെങ്കിൽ രാജാവാണോ, രാജ്ഞിയാണോ, അല്ലെങ്കിൽ എന്താ പറയുക, രാജാവായിട്ടും അല്ലെങ്കിൽ രാജ്ഞിയായിട്ടും നിങ്ങൾ കിരീടം ഊരി വെച്ചിരിക്കുന്ന ആൾക്കാരാണ്. കാരണം പവർഫുള്ളായിട്ടുള്ള ആൾക്കാർക്ക് കിരീടം വെക്കേണ്ട ആവശ്യമില്ല. അവർക്കറിയാം ഞാൻ കിരീടം വെച്ച് നിൽക്കാനല്ല രാജാവായിട്ട് ഇവിടെ വന്നിരിക്കുന്നത്, അവർക്ക് വ്യക്തമായിട്ട് അറിയാമെന്നുള്ളത് കൊണ്ട് തന്നെ ബ്രില്യൻ്റ് ആയിട്ടുള്ള തീരുമാനങ്ങളാണ് എടുക്കുന്നത്. ബ്രില്യൻ്റ് ആയിട്ടുള്ള ഐഡിയാസ് മാത്രമായിരിക്കും ഇവരുടെ ലൈഫിൽ വരുന്നത്. നീഡ്ഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻസ് മാത്രമായിരിക്കും നിങ്ങളുടെ ലൈഫിൽ വരുന്നത്. എല്ലാ കാര്യങ്ങളും ഓവർകം ചെയ്ത് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഫെയ്ത്തിനനുസരിച്ച് പോകാനുള്ള കാര്യങ്ങൾ, നിങ്ങളെടുക്കുന്ന തീരുമാനമല്ല നിങ്ങളുടെ ഫെയ്ത്ത് എന്ന് വിശ്വസിക്കുന്ന കുറേയധികം ആൾക്കാരെ സംബന്ധിച്ച് എനിക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പം നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ ഭയങ്കര ക്ലിയറാണ്. അതായത് നിങ്ങൾ ആരെടുത്താണോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ആ വ്യക്തിക്ക് നിങ്ങളെ പെട്ടെന്ന് ഇഷ്ടപ്പെടാനുള്ളൊരു ഒരു പവർ നിങ്ങളുടെ കയ്യിലുണ്ട്. മെയിൻലി അതാണ് ഇവിടെ ഫോക്കസ് ആവുന്നത്. അത് നിങ്ങൾ മേ ബി വർക്ക് ചെയ്തെടുത്താൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ അത് ഉണ്ട്. നിങ്ങൾ ആരെടുത്താണോ സംസാരിക്കുന്നത് ആ വ്യക്തി നിങ്ങളുടെ അടുത്ത് പെട്ടെന്ന് കണക്റ്റഡ് ആവും. നിങ്ങൾ ആരെടുത്താണോ ഒരു ജസ്റ്റ് ഒന്ന് ഹായ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ ആരെടുത്താണോ ജസ്റ്റ് ഒന്ന് ചിരിക്കുന്നത് ആ വ്യക്തിക്ക് നിങ്ങൾ ഭയങ്കരമായിട്ടും ഇഷ്ടമാവും എന്നാണ് കാണിക്കുന്നത്. വിധിപ്രകാരം നിങ്ങളുടെ ലൈഫിൽ വരേണ്ട കുറേയധികം വ്യക്തികളുള്ളത് കൊണ്ട് തന്നെ അത് ആ ഒരു കണക്ഷനിൽ പോകും. പക്ഷേ
നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ഒബ്സ്റ്റക്കിൾസ് ആയാലും ചലഞ്ചസ് ആയാലും പ്രശ്നങ്ങളായാലും നിങ്ങൾ പെട്ടെന്ന് അത് ഒതുക്കി കളയാൻ പറ്റും നിങ്ങൾക്ക്. അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ അങ്ങനത്തുള്ള ആൾക്കാർ വന്ന് നിങ്ങളുടെ ലൈഫിൽ നിന്ന് അത് നിങ്ങളെ രക്ഷിച്ചുകൊണ്ട് പോകുന്നൊരു സമയമായിട്ടും കാണാൻ പറ്റുന്നുണ്ട്. ബ്രില്യൻ്റ് ആയിട്ടുള്ള ഐഡിയാസാണ് നിങ്ങളെ സംബന്ധിച്ച്. എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ഐഡിയാസ് നിങ്ങൾക്ക് വരും. ആരും ചിന്തിക്കാത്ത ഐഡിയാസ്, ആരും ചിന്തിക്കാത്ത പ്രത്യേക തരത്തിലുള്ള ബുദ്ധിയായിരിക്കാം, അല്ലെങ്കിൽ വേറെ രീതിയിലുള്ള സിറ്റുവേഷൻസ് ആയിരിക്കാം വരും. നിങ്ങളുടെ വർക്ക് ചെയ്യുന്ന സ്ഥലത്തൊക്കെ നിങ്ങൾ കമ്മ്യൂണിക്കേഷൻ ഭയങ്കര കൂടുതലായിരിക്കും. നിങ്ങൾ എല്ലാവരുമായിട്ടും കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കാം. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് അടുത്ത് സംസാരിക്കാണ്ടിരിക്കുക എന്നുള്ള ഇത് കഴിവൊന്നുമില്ല. നിങ്ങൾ എല്ലായിടത്തും പോയി സംസാരിക്കും. ഡിസർവ് ആയിട്ടുള്ള സ്ഥലത്ത് മാത്രമേ നിങ്ങൾ നിൽക്കുള്ളൂ എന്നുള്ളത് ബാക്കിയുള്ളവർക്ക് വ്യക്തമായിട്ട് അറിയാം. പിന്നെന്താ പറയുക, നിലനിൽപ്പ് എല്ലാവരുമായിട്ടും എല്ലാ കമ്പനിയും നിലനിൽക്കും എന്നായിട്ട് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ ഒബ്ജക്റ്റീവിന് അല്ലെങ്കിൽ നിങ്ങളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി എന്താണെന്ന് വ്യക്തമായിട്ട് നിങ്ങൾക്ക് അറിഞ്ഞിട്ട് മാത്രം, അല്ലെങ്കിൽ വ്യക്തമായിട്ട് നിങ്ങൾക്കറിയാം അവർക്ക് എന്താണ് വേണ്ടത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് വേണ്ടത് വ്യക്തമായിട്ട് അറിഞ്ഞിട്ട് അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും. അതായത് നിങ്ങളുടെ അടുത്ത് എങ്ങനെയാണോ നിൽക്കുന്നത് അതുപോലെ തന്നെ തിരിച്ച് ഒബ്ജക്റ്റ് നിൽക്കുന്ന ആൾക്കാർ, ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാർക്ക് എന്താണോ വേണ്ടത് അത് കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. അപ്പോൾ ടൈം കുറേ കഴിഞ്ഞ് 20 മിനിറ്റായി. ഞാൻ 10 മിനിറ്റത്തേക്കാണ് വീഡിയോ എടുക്കാൻ വെച്ചിരുന്നത്. അപ്പം ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം നമുക്ക് സെക്കൻഡ് പൈൽ ചൂസ് ചെയ്ത ആൾക്കാരുടെ വീഡിയോയിലോട്ട് പോകാമേ. അടുത്തതായിട്ട് സെക്കൻഡ് പൈൽ ചൂസ് ചെയ്ത ആൾക്കാരുടെ റീഡിംഗ് ആണ്. അതായത് ഈ ഒരു പൈൽ സെലക്ട് ചെയ്ത ആൾക്കാരുടെ റീഡിംഗ് ആണ്. സെക്കൻഡ് പൈൽ സെലക്ട് ചെയ്ത ആൾക്കാരുടെ റീഡിംഗ്. സെക്കൻഡ് പൈൽ സെക്കൻഡ് പൈല് ഭയങ്കര ആൾക്കാരുണ്ട്. സെക്കൻഡ് പൈല് ഓക്കെ. സെക്കൻഡ് പൈല് കിങ് ആട്ടോ. കിങ് ഓക്കെ. സെക്കൻഡ് പൈൽ ഹൈ പ്രീസ്റ്റ് എനർജി ആയിട്ടാണ് കാണാൻ പറ്റുന്നത്. നിങ്ങളുടെ സോള് നിങ്ങളുമായിട്ടും കണക്റ്റഡ് ആണ്. നിങ്ങളുടെ സോളാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്നത്. നിങ്ങളുടെ ഇൻറ്റ്യൂട്ടീവും കൂടെ പ്രവർത്തിക്കുന്നുണ്ട്. നിങ്ങളായിട്ടൊന്നും പ്രവർത്തിക്കുന്നില്ല. നിങ്ങളുടെ സോൾ പറഞ്ഞു തരുന്ന കാര്യങ്ങളിലോട്ടാണ് നിങ്ങൾ പോകുന്നത്. വാട്ടർ സൈനാണ് കാണാൻ പറ്റുന്നത്. വാട്ടർ സൈൻ എന്ന് പറയുന്നത് എന്തും ക്ഷമിപ്പിക്കാൻ ശേഷിയുള്ള ഒരാളായിട്ടാണ്, ഭയങ്കരമായിട്ട് ഡിസ്കവർ ചെയ്യുന്നൊരു സോളായിട്ടാണ് കാണാൻ പറ്റുന്നത്. നിങ്ങളെ സംബന്ധിച്ച് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി നിങ്ങളെ കാണുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഭയങ്കര കൂളായിട്ടാണ് കാണുന്നത്. അതായത് എന്തും തരണം ചെയ്യാൻ പറ്റുന്ന, എന്തും ഭയങ്കര കൂളായിട്ട് എടുക്കാൻ പറ്റുന്ന ഹൈ പ്രീസ്റ്റ് ആയിട്ടുള്ള, നിങ്ങളുടെ എനർജി ഭയങ്കര ഹൈ ആയിട്ട് നിൽക്കുന്ന ഒരാളായിട്ടാണ് കാണാൻ പറ്റുന്നത്. എന്തും സ്വീകരിക്കാനും എന്തും കൊടുക്കാനും കഴിവുള്ളൊരു വ്യക്തിയായിട്ടും ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി നിങ്ങളെക്കുറിച്ച് അറിയാവുന്നുണ്ട്. ഭയങ്കരമായിട്ട് ഒരു പുസ്തകം, ഒരു എൻസൈക്ലോപീഡിയ, അതായത് ഒരു നോളജ് ആയിട്ടുള്ള, ഭയങ്കര നോളജബിൾ ആയിട്ടുള്ള, ഭയങ്കരമായിട്ടും അനുഭവ സമ്പത്തുള്ള, ഭയങ്കരമായിട്ടും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അറിയാവുന്നുള്ള, അല്ലെങ്കിൽ ഭയങ്കരമായിട്ടൊരു പ്രീസ്റ്റായിട്ട് നിൽക്കുന്ന, അതായത് നിങ്ങളുടെ റൂം കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ, നിങ്ങളുടെ വൃത്തി കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ, നിങ്ങളുടെ ബാലൻസ്ഡ് ആവുന്ന സിറ്റുവേഷൻസ് നിങ്ങളെപ്പോലെ ആവണം എന്നാഗ്രഹിക്കുന്ന ഇഷ്ടം പോലെ വ്യക്തികളുണ്ട്. മേ ബി നിങ്ങളുടെ ലുക്ക് കണ്ടിട്ടായിരിക്കാം അങ്ങനെ ആൾക്കാർ ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു മെഡിറ്റേറ്റഡ് ആയിട്ടുള്ള നിങ്ങളുടെ മൈൻഡ് സെറ്റ് കണ്ടിട്ടായിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളെ പ്യുവറസ്റ്റ് ആയിട്ടുള്ള നിങ്ങളുടെ ഫേസ്, നിങ്ങളുടെ ഡ്രസ്സിങ് സ്റ്റൈല്, നിങ്ങളുടെ വീട്, നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നൊരു ലൂപ്പുണ്ട്. നിങ്ങളുടെ ജോലിയായിരിക്കാം, നിങ്ങളുടെ റൂമിലൊക്കെ കയറി വരുന്ന സമയത്ത് ആ വ്യക്തി കണ്ടിട്ട് പറയാം, ഓ ഇത്രയും നല്ല വൃത്തിയായിട്ടല്ല, ഇത്രയും നല്ല റൂം എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്ത്, നിങ്ങളുടെ വീട് കണ്ടിട്ട് നിങ്ങൾ ചെയ്ത് വെച്ചിരിക്കുന്ന എന്താ പറയുക, നിങ്ങളുടെ വീട്ടിൻ്റെ മറ്റേതുകൊണ്ട് ഗാർഡൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് വെക്കാൻ കഴിവുള്ള ഒരാളുമാണ്
അതുപോലെ തന്നെ എല്ലാം നിങ്ങൾക്ക് ഒരു അച്ചടക്കം ഉണ്ട് നിങ്ങളെ സംബന്ധിച്ച്. ആ ഒരു അച്ചടക്കം നിങ്ങളെ സംബന്ധിച്ച് ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങളുടെ അച്ചടക്കം ഭയങ്കര ഇഷ്ടമാണ് ആൾക്കാർക്ക്. നിങ്ങളുടെ ഒരു വൃത്തി, അച്ചടക്കം, നിങ്ങളുടെ സ്വഭാവം, നിങ്ങളുടെ ഒരു ക്യാരക്ടറൊക്കെ ആൾക്കാർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ലൈഫിലോട്ട് ടൈംലെസ് ആയിട്ട് ആൾക്കാർ വന്നുകൊണ്ടിരിക്കും. ഇഷ്ടം അല്ലെങ്കിൽ നിങ്ങളുടെ സോളിനെയൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരെന്നൊക്കെ പറഞ്ഞാൽ അത്രയും നിങ്ങളെ വെച്ചിരിക്കുന്നത് ഒരു ഭയങ്കര പ്യുവർഫുള്ളായിട്ടാണ്. നിങ്ങളെല്ലാം ഭയങ്കര എൻജോയ് ചെയ്യുന്ന ആൾക്കാരാണ്. നിങ്ങളെ അങ്ങനെ പെട്ടെന്ന് ഒരാൾക്ക് വന്ന് ഫുള്ളാക്കാനൊന്നും ഭയങ്കര പാടും. നിങ്ങളുടെ ലൈഫിൽ എല്ലാവരും നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവും. ഏഞ്ചൽ ഗാർഡിയൻസ് അങ്ങനത്തുള്ള ദൈവങ്ങൾക്ക് പോലും ഇഷ്ടപ്പെടുന്ന വ്യക്തികളെന്നൊക്കെ പറയത്തില്ല. അല്ലെങ്കിൽ ഏഞ്ചൽസിന് പോലും നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു തരം ജന്മം അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സോള് എന്ന് പറയാൻ പറ്റും. ഇൻറ്റ്യൂട്ടീവായിട്ടുള്ള ഗിഫ്റ്റുകൾ നിങ്ങൾക്ക് വന്നുകൊണ്ടിരിക്കും. എപ്പോഴും നിങ്ങൾക്ക് വന്നുകൊണ്ട് അത് നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ, കള്ളുകൂടി, അങ്ങനത്തെ ഡ്രഗ്സിൻ്റെ പരിപാടി, അങ്ങനത്തെ മേ ബി ഉള്ളവരായിരിക്കും, മേ ബി ഇല്ലാത്തവരായിരിക്കും. പക്ഷേ നിങ്ങൾക്ക് അങ്ങനെ വരുന്നുണ്ട്, ഇൻറ്റ്യൂട്ടീവ് തോട്ട്സ് വരുന്നുണ്ട്. നിങ്ങൾക്ക് തന്നെ ഒരു ഗിഫ്റ്റ് ഡിവൈൻ നിങ്ങൾക്ക് തരുന്നുണ്ട്. നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു ജന്മം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ഭാഗ്യമുണ്ട്. ഓക്കെ, നിങ്ങളെയാണ് ഡെവലപ്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇൻറ്റ്യൂട്ടീവ്ലി. അതുപോലെ തന്നെ ട്രസ്റ്റ്, വിസ്ഡം, അതുപോലെ തന്നെ എന്താ പറയുക, നിങ്ങളെല്ലാം റിസീവ് ചെയ്യാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ട്. യൂണിവേഴ്സിൻ്റെ താങ്ക് യു പറയുന്നത് പോലെ തന്നെ നിങ്ങളൊരാളെ വഞ്ചിക്കാനോ അല്ലെങ്കിൽ നിങ്ങളൊരാളെ നെഗറ്റീവ് ആക്കാനോ നിൽക്കുന്നൊരു അല്ലെങ്കിൽ അങ്ങനെ നിങ്ങൾ ചെയ്യത്തില്ല. ഒരു വാട്ടർ സൈൻ ആയതുകൊണ്ട് തന്നെ കള്ളത്തരം കാണിച്ചോ അല്ലെങ്കിൽ നെഗറ്റീവ് കാണിച്ചോ ഒന്നും ചെയ്യാത്തൊരു വ്യക്തിയാണെന്ന് ഓപ്പോസിറ്റ് നിൽക്കുന്നത് അല്ലെങ്കിൽ വേറൊരാൾക്ക് അറിയാം. ഇതൊക്കെ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്കുള്ള ക്വാളിറ്റി ആണെന്ന് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാർക്ക് അറിയാമെന്നുള്ളതായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഇതെല്ലാം നിങ്ങളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ, ഇതെല്ലാം കൊണ്ടാണ് നിങ്ങളെ ഇഷ്ടപ്പെടുന്ന കുറേയധികം ആൾക്കാർ. ഒരു മദർ എല്ലാം ഡെവലപ്മെൻറ്റ് ചെയ്യാനുള്ളൊരു കഴിവുണ്ട്. എന്ത് കിട്ടിയാലും നിങ്ങളത് മെയിൻറ്റെയിൻ ചെയ്യും. മനസ്സിലാവുന്നുണ്ട്. നമ്മൾ കിട്ടുന്ന സാധനം നമുക്ക് കിട്ടുന്നത് മാത്രമല്ല, നമ്മളത് കിട്ടിയിട്ട് നമ്മൾക്കത് മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരു ഹ്യൂമൻ ബീങ്ങിനെ സംബന്ധിച്ച് ഭയങ്കര ബ്രില്യൻ്റ് ആയിട്ടൊരു സംഭവമാണ്. കിട്ടും, എല്ലാവരെ സംബന്ധിച്ച് എല്ലാ കാര്യവും എല്ലാവരും കിട്ടും, ലഭിക്കും. പക്ഷേ അത് മെയിൻറ്റെയിൻ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുക എന്ന് പറയുന്നത് അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല, ഭയങ്കര പാടായിട്ടുള്ള കാര്യമാണ്. അത് നിങ്ങളെ സംബന്ധിച്ച് ഉണ്ട് എന്നാണ് ഇവിടെ കാണിക്കുന്നത്. എല്ലാ കാര്യവും അങ്ങനെ തന്നെയാണ്. എന്ത് നിങ്ങളുടെ ലൈഫിൽ ഫ്രണ്ട്സ് ആയിരിക്കാം, റിലേഷൻഷിപ്പ് ആയിരിക്കാം, കരിയർ ആയിരിക്കാം, അതുപോലെ തന്നെ നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യും. ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയെടുത്ത് കൊണ്ടായിരിക്കാം പോകുന്നത്, ബട്ട് നിങ്ങൾ ജെന്യുവനാണ്. ഓക്കെ, നിങ്ങൾക്ക് ആക്ഷൻ എടുക്കേണ്ട ഒരു സമയം, ആ സമയത്ത് മാത്രമായിരിക്കാം നിങ്ങൾ ആക്ഷൻ എടുക്കുന്നത്. നിങ്ങൾക്ക് ചിന്തിക്കേണ്ട സമയം മാത്രമേ നിങ്ങൾ ചിന്തിക്കത്തുള്ളൂ. നിങ്ങൾക്ക് ഉറങ്ങേണ്ട സമയം മാത്രമേ നിങ്ങൾ ഉറങ്ങത്തുള്ളൂ. ഇന്ന സമയത്ത് നീ ഉറങ്ങണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറങ്ങാൻ വന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ ഉറങ്ങത്തില്ല. കാരണം നിങ്ങൾക്കാണ് ഉറക്കം വരുന്നത്, അത് നിങ്ങൾക്കറിയാം. അതുകൊണ്ട് നിങ്ങളുടെ ആക്ഷൻ അനുസരിച്ചായിരിക്കും നിങ്ങളുടെ ലൈഫ് പോകുന്നത് എന്നുള്ളത് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്കറിയാം. അതുകൊണ്ട് തന്നെ നിങ്ങൾ അങ്ങനെ അങ്ങ് പറ്റിച്ചിട്ട് പോകാനോ അല്ലെങ്കിൽ അങ്ങനെ അങ്ങ് വെറുതെ വന്ന് ഞോണ്ടിയിട്ട് പോകാനോ പറ്റത്തില്ലെന്നും ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്കറിയാമേ. മദർ എനർജിയാണ്. നിങ്ങളെ സ്നേഹിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എത്രത്തോളം സ്നേഹിക്കും, നിങ്ങളെ എത്രത്തോളം നശിപ്പിച്ച് കഴിഞ്ഞാൽ എത്രത്തോളം നശിപ്പിക്കും, ഭയങ്കര ജെന്യുവിനാണ്. നിങ്ങളടുത്ത് കൂടെ ഒപ്പം നിന്ന് നിങ്ങളടുത്തൊക്കെ നിൽക്കുന്ന സമയം എല്ലാവരും ജെന്യുവിനായിരിക്കും. കുറേയധികം ആൾക്കാരുടെ സമയത്ത് നിങ്ങൾക്ക് ജെന്യുവിനായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. പക്ഷെ നിങ്ങളൊന്ന് ഇടഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര അങ്ങനെ ആരും കണ്ടിട്ടില്ല. നിങ്ങൾ അങ്ങനെ ഡൗൺ ഫീലർ അല്ലെങ്കിൽ നിങ്ങളങ്ങനെ ഒരു വൾഗർ സിറ്റുവേഷനിൽ ആൾക്കാർ കാണാനുള്ള ചാൻസ് നിങ്ങൾ ഉണ്ടാക്കി കൊടുത്തിട്ടില്ല. പക്ഷെ അങ്ങനെ ഒരു ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അത് വല്ലാത്തൊരു സീനായിരിക്കും. കാരണം ഇവിടെ കാണുന്നുണ്ട്, നിങ്ങളുടെ ബെർത്ത്, നിങ്ങളുടെ ജന്മം എന്ന് പറയുന്നത് എല്ലാവർക്കും കൊടുക്കുക എന്നുള്ളതാണ്. എല്ലാവരും കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്കൊന്നും കിട്ടാത്ത വ്യക്തികളായിരിക്കും. നിങ്ങൾക്കൊന്നും കിട്ടി കാണത്തില്ല, ആരുടെ ഒന്നും കിട്ടി കാണത്തില്ല. പക്ഷേ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കും. എത്രത്തോളം നിങ്ങളെ ലൈഫിൽ കിട്ടുന്നു അത്രത്തോളം കൊടുത്തുകൊണ്ട്, പക്ഷേ നിങ്ങളുടെ ലൈഫ് സക്സസ് ആവുന്നുണ്ട്. നിങ്ങൾക്കൊരു എന്താ പറയുക, നിങ്ങൾക്ക് അതൊരു പ്രോജക്റ്റാണ്. നിങ്ങളിവിടെ ഈ ഭൂമിയിൽ വന്ന് ഏറ്റെടുത്തിരിക്കുന്ന ഒരു പ്രോജക്റ്റ് ആയിട്ടാണ് കാണാൻ പറ്റുന്നത്. അത് നിങ്ങൾ ക്രിയേറ്റിവിറ്റി ആയിട്ട് നിങ്ങൾ സക്സസ്ഫുള്ളായിട്ട് അത് ചെയ്യുന്നും ഉണ്ട് എന്നിവിടെ കാണുന്നുണ്ട്. അതിനനുസരിച്ച് നിങ്ങൾക്ക് പ്രോസ്പെരിറ്റിയും ഉണ്ടാവുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് അബണ്ടൻസ് ഉണ്ടാകുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ. ബട്ട് ഇതുവരെ അങ്ങനെ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ എംപ്രസ് കാർഡ് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് തന്നെ ഉണ്ടാവാൻ ചാൻസ് കൂടുതലായിട്ടാണ് കാണാൻ പറ്റുന്നത്. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളൊരു കിങ് ആണ്, നിങ്ങളൊരു രാജ്ഞിയാണ്, നിങ്ങൾക്കൊരു വെളിച്ചമുണ്ട്. നിങ്ങൾക്ക് ഗൈഡൻസ് തരാൻ വേണ്ടിയിട്ട് പല എനർജീസുണ്ട്. അപ്പം ഈ ഒരു സമയത്ത് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് എന്തുണ്ടെങ്കിൽ പോലും നിങ്ങളെ സ്നേഹിക്കുന്ന ഒരാളെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഒരു വ്യക്തി ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണെന്ന് ആൾക്കാർക്കറിയാം. അതുകൊണ്ട് തന്നെ നിങ്ങൾ പണമോ പ്രശസ്തിയോ ഒന്നും ഇഷ്ടപ്പെടാത്ത ഒരാളാണെന്നും അവർക്കറിയാം. നെറ്റ് ലൈഫിൽ ജീവിക്കുന്ന ആളാണ്, ബട്ട് നിങ്ങൾക്ക് അങ്ങനത്തുള്ള സാധനങ്ങളാണ് വേണ്ടതെന്ന് ഈ പറയുന്ന ആൾക്കാർക്കറിയാം. കാണുന്ന ആൾക്കാർക്കറിയാം. നിങ്ങൾ ഭയങ്കര ലവബിൾ ആയിട്ടുള്ള ക്യാരക്ടറാണ്. നിങ്ങളടുത്ത് വന്ന് ആരെങ്കിലും ഹെൽപ്പ് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൊടുക്കാനുള്ള മനസ്സ് ഭയങ്കരമായിട്ട് നിങ്ങൾ കൊടുക്കും എന്നാണ് പറയുന്നത്. കുറേ ആൾക്കാർക്ക് സൈക്കിക് പരമായിട്ടുള്ള ഭയങ്കര കഴിവുണ്ട്.
അതായത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ആർക്കും അങ്ങനെ മേ ബി ഒരു ടീച്ചറായിരിക്കാം, നഴ്സായിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ ഡോക്ടറായിരിക്കാം, ഹീലറായിരിക്കാം. അങ്ങനെ കുറച്ചധികം ആൾക്കാർ ഇത് കാണുന്നുള്ള ആൾക്കാർ ഇത്തിരി എഡ്യൂക്കേറ്റഡും ഇത്തിരി കാണുന്നുള്ള ആൾക്കാർ പവർഫുള്ളാണ്. കാണുന്നുള്ള ആൾക്കാരുടെ കയ്യിലിരിക്കുന്ന ഒരു 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 വടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒത്തിരി പവർഫുള്ളായിട്ടുള്ള സാധനമായിട്ടാണ് കാണാം. വെറുതെ ഇരുന്നാൽ മാത്രം മതിയാവും ആ സൈക്കിക് എബിലിറ്റി അല്ലെങ്കിൽ സൈക്കിക് അറ്റാക്ക് കൊടുക്കാനുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വ്യക്തമായിട്ടറിയാം. കാരണം 1000-ഓളം പേരെ ഒറ്റയ്ക്ക് നേരിടാൻ പറ്റിയ ഒരു പ്രിൻസ് ആയിട്ടാണ് ഇവിടെ കാണുന്നത്. 1000 പേരെ ഒറ്റയ്ക്ക് നേരിടാൻ പറ്റിയ ഒരു പ്രിൻസ്. അതുകൊണ്ട് തന്നെ നിങ്ങളടുത്ത് വരുന്നതെല്ലാം നിങ്ങളുടെ ലോ ആയിട്ടുള്ള എനർജി ആയിരിക്കും. നിങ്ങളാണ് ഹൈ പ്രിസ്റ്റ് എനർജി. അപ്പം നിങ്ങളുടെ ലൈഫിൽ വരുന്ന എല്ലാവരും നിങ്ങളുടെ ലോ ആയിട്ടുള്ള എനർജി ആയിരിക്കും. നിങ്ങൾ അങ്ങോട്ട് എനർജി പാസ് ചെയ്ത് കൊടുത്താൽ മാത്രമേ അവർ ഹൈ എനർജി ആവത്തുള്ളൂ. നിങ്ങളുടെ ലൈഫിൽ വരുന്നതെല്ലാം പോസിറ്റീവായിട്ടുള്ള ഹൈ എനർജിയുള്ള ആൾക്കാരാണ്. പിന്നെ നിങ്ങൾ ചിന്തിച്ച് കൂട്ടി അത് നെഗറ്റീവ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ നെഗറ്റീവായി. നിങ്ങൾ സ്റ്റാർഡം നിങ്ങൾ ഉയർത്തിക്കാൻ വേണ്ടി മാക്സിമം നോക്കുക. അങ്ങനെ തന്നെയാണ് എല്ലാവരും കാണുന്നത്. നിങ്ങളൊരു പ്രിൻസായിട്ട് തന്നെയാണ് എല്ലാവരും കാണുന്നത്. ഇപ്പോൾ എത്ര ഏജ് ആയാലും ആരായാലും നിങ്ങൾ കാണുന്നത് അങ്ങനെയാണ്. ഒരു മാലാക, ഒരു സ്ട്രോങ് ആയിട്ടുള്ള ലേഡി ആയിട്ട് അല്ലെങ്കിൽ സ്ട്രോങ് ആയിട്ടുള്ളൊരു ബോയ് ആയിട്ടാണ് ഇവിടെ കാണുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പൊസിഷൻ നിങ്ങൾ ആർക്കും വേണ്ടിയിട്ട് വിട്ട് കൊടുക്കില്ല എന്നുള്ളതും ആൾക്കാർക്കറിയാം. നിങ്ങളങ്ങനെ വെറുതെ വന്നിട്ട് ഞോണ്ടിയിട്ടൊന്നും പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ തിരിച്ചു പോകുന്നതിൻ്റെ ആ വഴിക്ക് പണി കിട്ടും. അത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാർക്കറിയാം. ഡീപ്പായിട്ടുള്ള സൈക്കിക് എബിലിറ്റിയാണ്. ഡീപ്പായിട്ടുള്ള സൈക്കിക് എബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, അതിനെ അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. സൈക്കിക് എബിലിറ്റി നല്ല രീതിക്കുള്ള കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് അറിയാം. ഒരാളുടെ ചിന്താഗതി എന്താണ്, ഒരാളുടെ മൈൻഡ് സെറ്റ് എന്താണ്, ഒരാളുടെ അവൻ എന്ത് ചിന്തിക്കുന്നു, എന്താണ് വേണ്ടത് എന്നൊക്കെ വ്യക്തമായിട്ട്. മേ ബി നിങ്ങളൊരു ബിസിനസ് ഒരു കടയില ക്യാഷറായിരിക്കാം, അങ്ങനെ ഒരു IT ഫീൽഡായിരിക്കാം. നിങ്ങൾ ചെയ്യുന്ന പണി എന്തായാലും നിങ്ങൾക്ക് ബെനിഫിറ്റായിട്ട് ഒരു നാൾ വരും. അത് ഭയങ്കര ഇവിടെ കാണിക്കുന്നുണ്ട്. കാരണം അത് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ഭയങ്കര വലുതാണ്. നിങ്ങൾക്ക് ഡീപ്പായിട്ടുള്ള ഇൻറ്റ്യൂഷൻ ഉണ്ട്, ഡീപ്പായിട്ടുള്ള ലവ് ഉണ്ട്. അതുപോലെ തന്നെ ഫാമിലി, ഫ്രണ്ട്സ്, ഇവരൊക്കെ നിങ്ങളെ കാണുന്നത് ഒരു മെച്യൂർഡായിട്ടുള്ള എന്താ പറയുക, ഈ ഒരു നിങ്ങളെ ആൾക്കാർ കാണുന്ന ഒരു ഫ്രഷസ് ആയിട്ടുള്ള ഒരു മാലാഖ, ഒരു ഏഞ്ചൽ, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു ലീഡറായിട്ടാണ്. ലീഡർ എന്ന് പറയുന്നത് അങ്ങനെയാണ് അവർ കാണുന്നത്. ബട്ട് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ എന്താണ് ചിന്തിച്ച് വെച്ചിരിക്കുന്നത് എനിക്കറിയത്തില്ല. ബട്ട് നിങ്ങൾ അങ്ങനെയാണ് കാണുന്നവർ, ഒരു സ്റ്റാർ സീഡായിട്ട്. അല്ലെങ്കിൽ നിങ്ങളടുത്ത് വന്നു കഴിഞ്ഞാൽ എല്ലാത്തിനും ഒരു സൊല്യൂഷൻ ഉണ്ടാവും. അല്ലെങ്കിൽ നിങ്ങളടുത്ത് വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിലെല്ലാം അച്ചീവ് ആവും. അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു എനർജി ഉണ്ട്, നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു പോസിറ്റീവ് എനർജി ഉണ്ട്, നിങ്ങൾക്ക് അങ്ങനത്തെ സിറ്റിംഗ് പൊസിഷനുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അറിയാം, കാര്യങ്ങളൊക്കെ അറിയാം എന്നുള്ളൊരു സംഭവമായിട്ടാണ് കാണാൻ പറ്റുന്നത്. നിങ്ങളെ സംബന്ധിച്ച് ഇവിടെ മെയിൻലി കാണാൻ പറ്റുന്നൊരു ഫോക്കസ് ആയിട്ടുള്ള സംഭവം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോൾമേറ്റ് കണക്ഷൻ, ടിൻ ഫ്ലെയിം ജേണി, അതുപോലെ തന്നെ അങ്ങനത്തെ കുറച്ചധികം ജേണീസ് ഉണ്ടല്ലോ, ഇതൊക്കെ നിങ്ങളുടെ ലൈഫിലുണ്ടാവും. അതുപോലെ തന്നെ പാസ്റ്റ് ലൈഫ് കണക്ഷൻസ്, അതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫ് കർമാസുകൾ, അതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുന്ന ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊരു ജെന്യൂൻ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കാം. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുന്ന വ്യക്തിയൊന്നും നിങ്ങളുടെ ലൈഫിൽ നിന്ന് ഒരിക്കലും പോകത്തൊന്നുമില്ല. അത് അന്നും ഇന്നും എന്നും നിങ്ങളെ സ്നേഹിച്ചുകൊണ്ടേയിരിക്കും. നിങ്ങളെ സ്നേഹിക്കാനാണ് ആൾക്കാർ കൂടുതലും വരുന്നത്. നിങ്ങൾ അങ്ങോട്ട് സ്നേഹിക്കുന്നതിനേക്കാളും നിങ്ങളെ ഇങ്ങോട്ട് സ്നേഹിക്കാൻ ഒരുപാട് ആൾക്കാരുണ്ടായിരിക്കാം. നിങ്ങളെ ഇഷ്ടപ്പെടുന്ന, അല്ലെങ്കിൽ നിങ്ങളെ ഭയങ്കരമായിട്ടും ആരാധിക്കുന്ന, നിങ്ങളെ ജെന്യൂനായിട്ട് സ്നേഹിക്കുന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ടായിരിക്കും. നിങ്ങളെ പിറകെ നടക്കുന്ന ഇഷ്ടംപോലെ, കൊച്ചിലെ തൊട്ടേ നിങ്ങളെ പിറകെ നടക്കുന്ന ആൾക്കാരുണ്ടായിരിക്കാം. അല്ലെങ്കിൽ എന്താ പറയുക, നിങ്ങളെ സ്നേഹിക്കാൻ വേണ്ടി ഒരുപാട് ആൾക്കാരുണ്ട്. അതാണ് ഇവിടെ മെയിൻലി കാണിക്കുന്നത്. നിങ്ങളെ കൂടെ നിൽക്കാൻ വേണ്ടി ഒരുപാട് ആൾക്കാരുണ്ട്. കുറേ വർഷങ്ങളായിട്ട് നിങ്ങളെ സ്നേഹിക്കുന്ന ആൾക്കാരുണ്ട്. ഫാമിലി റിലേറ്റഡ് ആയിട്ട്, അല്ലെങ്കിൽ ഡിവൈൻ കണക്ഷനുമായിട്ടുള്ള ഏതൊക്കെ ഒരു റിലേഷൻഷിപ്പ് നിങ്ങളുടെ ലൈഫിലുണ്ട്. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ഭയങ്കര ആറ്റിറ്റ്യൂഡാണ്, കിടിലമാണ്, എല്ലാമാണ്. ബട്ട് നിങ്ങളോട് അടുത്ത് കഴിയുമ്പോൾ ഇപ്പം നിങ്ങൾക്കൊരു 30 വയസ്സ് 40 വയസ്സുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്ത് കഴിയുമ്പോഴത്തേക്കും 10 വയസ്സിനേക്കാളും താഴെയുള്ള ആൾക്കാരെ കണക്കായിരിക്കും നിങ്ങൾ പെരുമാറുന്നത്. കാരണം നിങ്ങളെക്കാളും അത് അവർക്കറിയാം. നിങ്ങൾക്കൊരു ഡിവൈൻ കണക്ഷൻ ഉള്ള ആൾക്കാരാണ്, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഡിവൈൻ ആയിട്ടുള്ള ഒരു പവറുള്ള ഒരു ഡിവൈൻ മെസ്സേജ്, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു ദൈവത്തിൻ്റെ കരങ്ങൾ നിങ്ങളിൽ അർപ്പിക്കപ്പെട്ട ആൾക്കാരാണ് എന്ന് നിങ്ങളെ സംബന്ധിച്ച് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാർക്ക് അറിയാം. ഓക്കെ, എന്തും റൊമാൻറ്റിക്കായിട്ട് എടുക്കാൻ പറ്റുന്ന, എല്ലാ കാര്യങ്ങളും പോസിറ്റീവായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരാളാണ്. നിങ്ങളത് സംസാരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് നിങ്ങൾ പോസിറ്റീവായിട്ട് എടുക്കും. ഒന്നും നെഗറ്റീവായിട്ട് എടുത്ത് നിങ്ങളത് ചോദിച്ച് മറ്റേ കുത്തിത്തിരിപ്പുണ്ടാക്കി അങ്ങനത്തെ ആൾക്കാരൊന്നുമല്ല എന്നും ആൾക്കാർക്കറിയാം. നിങ്ങളെ സംബന്ധിച്ച് മേജറായിട്ട് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് അറിയാൻ പറ്റുന്ന കാര്യം എന്തെന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾ കുറച്ച് ഈഗോ ഉണ്ട്, പൊസസീവ്നെസ് ഉണ്ട്. അത് ഞാൻ 100% ഇവിടെ പറയും. ചില കാര്യങ്ങൾ ഇല്യൂഷനിലായിട്ട് എടുക്കുകയും ചെയ്യും. ഇൻറ്റ്യൂഷൻ അല്ല, ഇല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
എന്താ പറയുക, നടക്കാത്ത കാര്യങ്ങൾ നടന്നു എന്ന് വിശ്വസിക്കുന്ന കുറച്ചധികം സിറ്റുവേഷൻസ് മേ ബി അത് മാനിഫെസ്റ്റേഷൻ ആക്കും. അതായത് നിങ്ങളെ സംബന്ധിച്ച് അത് അവർക്കറിയാം. കാരണം എന്ന് പറയുമ്പോഴത്തേക്കും എന്താ പറയുക, ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്തു എന്നൊക്കെ പറഞ്ഞോളാം നിങ്ങൾ. നീ എന്തിനാ അങ്ങനെ ചെയ്തത്? മേ ബി നിങ്ങൾക്ക് അതൊരു ഇല്യൂഷൻ വന്നായിരിക്കും, അല്ലെങ്കിൽ ഒരു ഇൻറ്റ്യൂഷൻ വെച്ചിട്ട് നിങ്ങൾ ഒരു സ്വപ്നം കണ്ടിട്ടൊക്കെ വിളിച്ച് ചോദിക്കുന്നതായിരിക്കും, നീ എന്തിനാ അങ്ങനെ ചെയ്തത്? മേ ബി അതൊരു ഇല്യൂഷൻ ആയിരിക്കാം. ഇത് കണക്റ്റഡ് ആവുന്ന ആൾക്കാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇതൊന്ന് എടുത്തോട്ടെ. കാരണം നിങ്ങൾ മാത്രം ഇത് ഞാൻ പറയുന്ന വെച്ചുമ്പോഴത്തേക്കും ഇത് ഞാൻ പറയാം, ഇത് നിങ്ങളുടെ നെഗറ്റീവാണ്. നിങ്ങൾ മാത്രമാണ് പവർഫുൾ. ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി അത്ര പവർഫുൾ അല്ല എന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ഒരു ഇല്യൂഷനാണ്. മനസ്സിലാവുന്നുണ്ട്? ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാരും നിങ്ങളും പവർഫുൾ തന്നെയാണ്. അത് നിങ്ങളെ സംബന്ധിച്ച് കൂടുതൽ പരിചയപ്പെടാൻ പറ്റിയ ആൾക്കാർക്ക് അറിയാൻ പറ്റുമേ. അത് ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊരു സീക്രട്ടായിട്ട് പറഞ്ഞു തന്നെയുള്ളൂ. അത് നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ ലൈഫിൽ യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ വെച്ചു. കാരണം നിങ്ങളാണ് പവർഫുൾ. ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാർ വെറും മറ്റേതാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങൾ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. എല്ലാവരും പവർഫുള്ളാണ്. മനസ്സിലാവുന്നുണ്ടോ? പക്ഷേ നിങ്ങളുടെ ജന്മം അങ്ങനെയാണ്, നിങ്ങളുടെ ലൈഫ് അങ്ങനെയാണ്, നിങ്ങൾക്ക് ഡിവൈൻ തന്നിരിക്കുന്ന പവർ അതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ പവർഫുള്ളാണ്. ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാർക്കായാലും പവർഫുള്ളാണ്. ബട്ട് നിങ്ങൾ അങ്ങനെ ചുമ്മാ വിചാരിക്കണം. ഓക്കെ, നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് കുറേ പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്, കുറേയധികം ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട്, കുറേയധികം കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. ബട്ട് എല്ലാം തരണം ചെയ്യാൻ പറ്റിയ ഒരാളാണ് നിങ്ങൾ. എന്ത് ഇഷ്യൂസ് വന്നാലും എന്ത് സിറ്റുവേഷൻസ് വന്നാലും നിങ്ങളെ സംബന്ധിച്ച് അതിനൊരു മറുമരുന്ന് എന്താണെന്ന് നിങ്ങൾക്കറിയാം. ഇപ്പോൾ ലൈഫിൽ ഇത്ര ഒരു സിറ്റുവേഷനിൽ പെട്ട് നിൽക്കുന്ന ഒരാളാണെങ്കിൽ പോലും അടുത്ത പ്ലാൻ എന്താണ് നിങ്ങൾക്കുണ്ട്. അതായത് ഇപ്പം നിങ്ങൾ 2 പേര് നിൽക്കുകയാണ്. ഇപ്പം നിങ്ങളൊരു ഫ്രണ്ടും വേറൊരു ഫ്രണ്ടും കൂടെ നിൽക്കുകയാണ്. ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി ഭയങ്കരമായിട്ട് ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ്. പക്ഷേ നിങ്ങളെ സംബന്ധിച്ച് അങ്ങനത്തെ ഒരു സിറ്റുവേഷനെ സംബന്ധിച്ച് നിങ്ങൾ മേ ബി ഹാൻഡിൽ ചെയ്തിട്ടുണ്ടായിരിക്കും. ബട്ട് നിങ്ങളെ സംബന്ധിച്ച് അടുത്ത പ്ലാൻ നിങ്ങളുടെ ലൈഫിലുണ്ട്. ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി ടെൻഷൻ അടിച്ച് എല്ലാം പോകും. പക്ഷേ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് അടുത്ത പ്ലാൻ ഉണ്ട് അവിടെ. ആ പ്ലാൻ ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ പേടിക്കുന്ന ആവശ്യമൊന്നുമില്ല. നിങ്ങൾ ആ അടുത്തപ്പം 8 കഴിഞ്ഞാൽ 9 ഉണ്ടെന്ന് നിങ്ങൾക്കറിയാം. 9 കഴിഞ്ഞാൽ 10 ഉണ്ട്, 10 കഴിഞ്ഞാൽ 11 ഉണ്ട് എന്ന് നിങ്ങൾക്കറിയാം. അതായത് 1 തന്നെ തീരത്തില്ല, 0 വരെ പോയി കഴിഞ്ഞാലും പിന്നെ അങ്ങോട്ട് ഉണ്ട് എന്ന് നിങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള പ്ലാനുണ്ട്. അതുകൊണ്ട് കണക്ക് പ്രകാരം വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവസാനിക്കത്തില്ല. അത് നിങ്ങൾക്ക് അറിയാം ഒരു പോയിൻ്റാണ് നിങ്ങൾക്ക്. അതുകൊണ്ട് തന്നെ എത്ര വലിയ ഇഷ്യൂസ് വന്നാലും എത്ര വലിയ പ്രശ്നങ്ങൾ വന്നാലും എന്ത് പ്രശ്നങ്ങളായാലും എത്ര വലിയ ഇഷ്യൂസ് ആയാലും നിങ്ങൾക്കത് പരിഹരിക്കാനുള്ള ഇമോഷണലായിട്ടുള്ള കഴിവും ആക്ഷൻ എടുക്കാനുള്ള ഭയങ്കരമായിട്ടും റൈറ്റ്സും ഉണ്ടെന്നുള്ളത് നിങ്ങളെ സംബന്ധിച്ചിട്ട് പല ആൾക്കാർക്കും അറിയാം. അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ കാണുന്ന ആൾക്കാരും ഉണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാനും ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയെ പ്രൊട്ടക്റ്റ് ചെയ്യാനും നിങ്ങൾക്ക് വേണ്ട ആൾക്കാരെ പ്രൊട്ടക്റ്റ് ചെയ്യാനും നിങ്ങൾക്ക് എല്ലാ രീതിയിലും പ്രൊട്ടക്റ്റ് ചെയ്ത് നിങ്ങളെ സംരക്ഷിക്കാനും അറിയാവുന്ന വ്യക്തികളാണെന്ന്, അതായത് എല്ലാ കുഴികളിൽ നിന്നും കയറിപ്പോകാൻ സുഖമായിട്ട് അറിയാവുന്ന വ്യക്തികളാണെന്ന് പലർക്കും അറിയാം. അതെ, ഓക്കെ. നിങ്ങൾ ഭയങ്കര പ്രിപ്പയർഡാണ്. എല്ലാ കാര്യത്തിനും പ്രിപ്പയർഡായിട്ട് മാത്രമേ ഇറങ്ങത്തുള്ളൂ. ഒരു പ്ലാനുണ്ട്. നിങ്ങളെ സംബന്ധിച്ച് ഭയങ്കരമായിട്ട് ഒരു പ്ലാനുള്ള വ്യക്തികളായിട്ടാണ് കാണാൻ പറ്റുന്നത്. നിങ്ങൾ ഒരുങ്ങി അടിപൊളിയായിട്ട് ഡ്രസ്സൊക്കെ കൊടുത്ത് പോകുന്ന സ്ഥലം അല്ലെങ്കിൽ പോകുന്ന സിറ്റുവേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ഒരു പ്ലാൻ ഉണ്ടാകുന്നുണ്ട്. എല്ലാ കാര്യത്തിലും വ്യക്തമായിട്ടൊരു പ്ലാൻ ഉണ്ടാകുന്നുണ്ട്. ആ പ്ലാൻ സെറ്റാക്കിയിട്ട് മാത്രമേ നിങ്ങൾ അവിടെ ഇറങ്ങത്തുള്ളൂ അല്ലെങ്കിൽ ഇങ്ങോട്ട് പോകത്തുള്ളൂ എന്നാണ് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ലൈഫിൽ വരേണ്ട ഓപ്പർച്യൂണിറ്റിയും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ലൈഫിൽ വരും എന്നുള്ള, അല്ലെങ്കിൽ നിങ്ങൾക്ക് ജോബ് കാര്യങ്ങൾ നിങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ മെച്ചപ്പെട്ടത്. പക്ഷേ അതുകൊണ്ട് നിങ്ങൾക്ക് കുറേ കണ്ണേറ് കമ്പയറൊക്കെ കിട്ടത്തില്ല കേട്ടോ. കണ്ണേറൊക്കെ ഭയങ്കരമായിട്ട് നിങ്ങൾ അത് വെട്ടിമാറ്റിക്കളയും. കാരണം നിങ്ങൾക്ക് അതിനുള്ള പവർഫുള്ളായിട്ടുള്ളൊരു മെറ്റീരിയൽ ഉണ്ട്. നിങ്ങളങ്ങനെ തളർന്ന് നിൽക്കത്തൊന്നുമില്ല. ഈഗോ സെൻസ് ഉണ്ട് കേട്ടോ നിങ്ങളെ സംബന്ധിച്ച്. ഭയങ്കര ഈഗോ ആണ്. ചില കാര്യങ്ങൾക്ക് ഭയങ്കര ഈഗോ ഉണ്ട്. ചില കാര്യങ്ങൾ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ റെസ്പോൺസിബിലിറ്റി നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യും. പല സിറ്റുവേഷൻസ് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യും. പക്ഷേ ചില കാര്യങ്ങൾ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യാൻ മടിയുള്ള ആൾക്കാരാണെന്ന് അറിയാം. അതുകൊണ്ട് തന്നെ നിങ്ങൾ തലയിൽ അടിച്ചേൽപ്പിക്കാനൊന്നും അങ്ങനെ പറ്റത്തൊന്നുമില്ല എന്നുള്ളത് കാണിക്കുന്നുണ്ട്. നിങ്ങളെല്ലാത്തിനെയും നിങ്ങൾക്ക് എന്തൊക്കെയോ അഡിക്ഷൻസ് ഉണ്ട്. ആ അഡിക്ഷൻസ് മറ്റുള്ളവർ മുതലാക്കും എന്നുള്ളത് കാണുന്നുണ്ട്. അത് നിങ്ങൾക്ക് അൺഹെൽത്തി ആയിട്ടുള്ള ഹാബിറ്റ്സുമാണ്. അതെന്താണെന്ന് നിങ്ങൾ തന്നെ മനസ്സിലാക്കിക്കോ കേട്ടോ. കാരണം അതിനെക്കുറിച്ച് എനിക്കറിയത്തില്ല. മേ ബി പലർക്കും പല അഡിക്ഷൻസ് അറിയാം. അപ്പോൾ അങ്ങനത്തെ ഉള്ള അഡിക്ഷൻസ് ഉള്ളതാണ്. അതൊക്കെ പൊട്ടിച്ചെറിയാൻ വേണ്ടി നോക്കുക. അഡിക്ഷൻ ആണെങ്കിലോ അതല്ലെങ്കിൽ അഡിക്ഷൻ ആണെന്നുണ്ടെങ്കിലോ റിലേഷൻഷിപ്പ് അഡിക്ഷൻ ആണെന്നുണ്ടെങ്കിലോ സെക്സ് അഡിക്ഷൻ ആണെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഡ്രഗ് അഡിക്ഷൻ ആണെന്നുണ്ടെങ്കിലോ ഫുഡ് അഡിക്ഷൻ ആണെന്നുണ്ടെങ്കിലോ എന്ത് അഡിക്ഷനാണ് നിങ്ങളുടെ ലൈഫിലുള്ളത്, എന്താണ് നിങ്ങളുടെ അഡിക്ഷൻ, അത് നിങ്ങൾക്ക് അൺഹെൽത്തി ആണെന്നുണ്ടെങ്കിൽ ആ ഹാബിറ്റ് നിങ്ങളെടുത്ത് കളയേണ്ടി വരും. ഓക്കെ, അത് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ ഫ്രണ്ട്സും കാര്യങ്ങളെല്ലാം നിങ്ങളുടെ ലൈഫിൽ പറഞ്ഞാണ്. അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെടുത്ത് കളയാൻ വേണ്ടി നോക്കുക. ഓക്കെ, അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊരു ചോയ്സ് അല്ലെങ്കിൽ പുതിയൊരു ചോയ്സിലോട്ട് പിടിക്കുക. അത് നിങ്ങൾക്ക് പുതിയൊരു പാത്ത് കണ്ടുപിടിക്കുക അതിന് വേണ്ടിയിട്ട്. ഓക്കെ, അപ്പം അങ്ങനത്തെ വല്ല ഹാപ്പിനെസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഹാപ്പിനെസ്സിനെ കുറച്ച് നാൾ പെയിൻ എൻജോയ് ചെയ്യുക. ആ പെയിൻ എൻജോയ് ചെയ്തതിന് ശേഷം അടുത്ത് മാറ്റിക്കളഞ്ഞു കഴിഞ്ഞാൽ ലോജിക്കായിട്ട് നിങ്ങൾക്ക് പോകാൻ പറ്റും. പവർഫുള്ളായിട്ടുള്ള സൈക്കിക് എബിലിറ്റി ഉള്ള ആൾക്കാരാണ് ഞാൻ നേരത്തെ പറഞ്ഞു. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ലോജിക്കായിട്ട് ചിന്തിക്കുന്ന ആൾക്കാരാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം.
ഡിസിഷൻ എടുത്താൽ എടുത്തതാണ് എന്നുള്ളത് അറിയാം. അതുകൊണ്ട് നിങ്ങളുടെ അടുത്ത് വലിയ രീതിക്കൊന്നും ആൾക്കാരെ ഒന്നങ്ങനെ വെറുപ്പിച്ചിട്ട് പോകത്തൊന്നുമില്ല. ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ളത് കൊണ്ട് തന്നെ എല്ലാം ഓർഗനൈസ് ചെയ്ത് നിങ്ങൾക്ക് കൊണ്ടുപോകാനുള്ള, എല്ലാം ഇൻക്രീസ് ചെയ്ത് സക്സസ്സിലോട്ട് വെക്കാനുള്ള, സക്സസിൻ്റെ പീക്ക് കാണാനുള്ളൊരു വ്യക്തിയാണ്. എത്ര വലിയ ഇഷ്യൂസ് വന്നാലും എത്ര വലിയ സിറ്റുവേഷൻസ് വന്നാലും ദ ഹോൾ യൂണിവേഴ്സ് നിങ്ങളുടെ കൂടെ നിന്ന് ഈ ഒരു കാര്യത്തിന് വേണ്ടി, നിങ്ങളുടെ ലൈഫിൽ പർപ്പസിന് വേണ്ടി, അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യത്തിന് വേണ്ടിയിട്ട്, നിങ്ങൾ ചെയ്യാൻ വേണ്ടി ഇറങ്ങി നിൽക്കുന്ന കാര്യത്തിന് വേണ്ടിയിട്ട് ചാർജ് ചെയ്ത് തരും. അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്തിനും ഒരു ഡൗൺ ആയിട്ടൊരു ഫെയിലിയർ സിറ്റുവേഷൻ നിന്ന് കഴിഞ്ഞാലും നിങ്ങൾക്ക് പെട്ടെന്ന് എവിടെ നിന്ന് ഒരു എനർജി വന്ന് കയറിയതിന് ശേഷം നിങ്ങൾക്കത് എംപ്രസ് ചെയ്ത് സക്സസ്സിലോട്ട് കൊണ്ടുപോകാനുള്ളൊരു കഴിവുണ്ട് എന്നുള്ളത് ആൾക്കാർക്കറിയാം. അതുകൊണ്ട് തന്നെ നിങ്ങളെ പലരും ഈഗോയിസ്റ്റിക്കായിട്ട് കാണുന്നുണ്ട്. സത്യമായിട്ട് ഈഗോയിസ്റ്റിക്കായിട്ട് കാണുന്നുണ്ട്. നിങ്ങളെ റോൾ മോഡലാക്കി എടുത്ത് വെച്ചിരിക്കുന്ന ആൾക്കാർ വരെ ഉണ്ട്. ജസ്റ്റ് ഒന്ന് ചിന്തിച്ച് വയ്ക്കണം. മേ ബി നിങ്ങൾ പോലും അറിയത്തില്ലായിരിക്കും നിങ്ങൾ എന്തുകൊണ്ട് നിങ്ങളുടെ റോൾ മോഡൽ ആക്കി വെച്ചിരിക്കുന്നതെന്ന്. അങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്, പലരും ആക്കി വെച്ചിട്ടുണ്ട്. മേ ബി നിങ്ങൾ ഇപ്പോൾ ആരും ഇല്ലെങ്കിൽ നിങ്ങളെ മക്കളായിരിക്കും നിങ്ങൾ റോൾ മോഡലാക്കി വെച്ചിരിക്കുന്നത്. നമുക്ക് പറയാൻ പറ്റില്ല ആരാണ് എവിടെ നിന്നാണ് എങ്ങനെയാണെന്നൊന്നും. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ ചാർജ് ചെയ്യാൻ വേണ്ടി മറ്റൊരാൾ ആവശ്യം ഇല്ല എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇത് ഞാൻ ജസ്റ്റ് നിങ്ങളടുത്ത് പറഞ്ഞതേ ഉള്ളൂ. അങ്ങനെ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ അങ്ങനെ ആരും ഇല്ല. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ ചാർജ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ തന്നെയാണുള്ളത്. നിങ്ങൾക്ക് ചാർജ് ചെയ്യാനുള്ള കഴിവുണ്ട്. ബട്ട് നിങ്ങൾക്കത് മനസ്സിലാവുമെന്ന് എനിക്കറിയത്തില്ല. അത് നിങ്ങളുടെ മനസ്സായിരിക്കാം, നിങ്ങളുടെ ബ്രെയിൻ ആയിരിക്കാം, നിങ്ങളുടെ പവർഫുള്ളായിട്ടുള്ള എന്തെങ്കിലും ആയിരിക്കാം. സിറ്റുവേഷൻസ് അക്സെപ്റ്റ് ചെയ്ത് അതിനനുസരിച്ച് സംസാരിക്കുന്ന, അതിനനുസരിച്ച് പോകാനുള്ള കഴിവുണ്ട് എന്നുള്ളത് ബാക്കി ആൾക്കാരെ സംബന്ധിച്ച് അറിയാം. നിങ്ങളുടെ ലൈഫിൽ സിഗ്നേച്ചർ ആയിട്ടുള്ള എന്തൊക്കെയോ പവർഫുള്ളായിട്ടുള്ള പാഷനേറ്റ് ആയിട്ടുള്ള കഴിവ് നിങ്ങൾക്കുണ്ട് എന്നുള്ളതും മറ്റുള്ളവർക്ക് അറിയാം എന്നുള്ളതാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. ഇനി ഞാൻ പറയാൻ പോകുന്ന കുറച്ചധികം ആൾക്കാരെ സംബന്ധിച്ച് പറയാനുള്ളതെന്ന് പറയുമ്പോഴത്തേക്കും 20 മിനിറ്റായി, മറ്റേതിന് 20 ഉള്ളൂ. പക്ഷേ ഞാനത് ടൈം ഭയങ്കരമായിട്ട് ഇതാവുന്നുണ്ട് എങ്കിൽ ഓക്കെ. നിങ്ങളെ സംബന്ധിച്ച് കുറേയധികം ആൾക്കാർ ചിന്തിച്ചിരിക്കുന്ന കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് സെൻസിറ്റീവായിട്ട് കാര്യങ്ങൾ എടുക്കുക, അല്ലെന്നുണ്ടെങ്കിൽ എന്താ പറയുക, ആങ്സൈറ്റി കുറച്ചധികം ഉള്ള ആൾക്കാരായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. മൂഡിയായിട്ടുള്ള ചില കാര്യങ്ങൾ വരുന്ന സമയത്ത് ഭയങ്കരമായിട്ട് മൂഡിയായിട്ട്, ചില മെസ്സേജ് വരുന്ന സമയത്ത്, ചില ഇൻറ്റ്യൂഷൻസ് വരുന്ന സമയത്ത് റിലേഷൻഷിപ്പിലായിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യത്തിലായിരിക്കാം, ചില എക്സ്പീരിയൻസ് ആയിരിക്കാം. നിങ്ങളുടെ ലൈഫിൽ അത് ഇമോഷണലി നിങ്ങളെ ഭയങ്കരമായിട്ടും നെഗറ്റീവിൽ കൊണ്ടിടുന്നുണ്ട്. റൊമാൻറ്റിക് ആയിട്ടുള്ള സിറ്റുവേഷൻസ് അല്ലെങ്കിൽ സോഷ്യൽ പരമായിട്ടുള്ള സിറ്റുവേഷനിൽ നിങ്ങൾക്ക് പോവാണ്ടിരിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലൊക്കെ ഭയങ്കരമായിട്ടും നിങ്ങൾ ചില സൈക്കിക് അറ്റാക്ക് അല്ലെങ്കിൽ ചില സൈക്കിക് എബിലിറ്റി നിങ്ങളുടെ ലൈഫിൽ വരുന്ന സമയത്ത്, ചില പ്രശ്നങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വരുന്ന സമയത്ത് നിങ്ങൾ ഭയങ്കരമായിട്ട് ഡൗൺ ഫീലർ ആവുന്ന അതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അതൊക്കെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാർക്ക് അറിയാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ കുറേ അധികം ആൾക്കാരെ സംബന്ധിച്ച് ഇവിടെ വരുന്നൊരു സിറ്റുവേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങളെ സംബന്ധിച്ച് ഫോക്കസ് അല്ലെങ്കിൽ ചില സമയത്ത് നിങ്ങൾ നെഗറ്റീവിലോട്ട് പോകുന്നൊരു സിറ്റുവേഷൻസ് ഉണ്ട്. നിങ്ങൾക്കൊന്നും താങ്ങാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് ക്ഷമ അത്രത്തോളം ഇല്ലാത്ത ആൾക്കാരാണെന്ന് അറിയാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ഹാർഡ് വർക്ക് ചെയ്യാണ്ടിരിക്കണം. ടൈം വെറുതെ ചെയ്ത് കളയാൻ പറ്റത്തില്ല. അതുകൊണ്ട് നിങ്ങൾ ചില സമയത്ത് ചിന്തിച്ചുകൊണ്ടിരിക്കും. ചില പോയിന്റുകളിൽ നിങ്ങൾ പോകുന്ന സമയത്ത്, ചില ടൈം നിങ്ങളുടെ ലൈഫിൽ എൻഡ് ആവുന്ന ചില സമയത്ത് നിങ്ങളുടെ ലൈഫിൽ നിന്നും ചില ആൾക്കാർ പോകുന്ന സമയത്ത്, എല്ലാം എൻഡായി നിൽക്കുന്ന സമയത്ത്, നിങ്ങൾക്ക് എന്ത് വേണം എന്നറിഞ്ഞുകൊണ്ട് അത് നിൽക്കുന്ന സമയത്ത് ചില തടസ്സങ്ങൾ നിങ്ങളുടെ ലൈഫിലോട്ട് വരികയും അതിനനുസരിച്ച് തന്നെ നിങ്ങളുടെ ലൈഫിലോട്ട് ഫോർഗീവ്സ്, നിങ്ങൾക്ക് ഒരിക്കലും ഒരു ക്ഷമ ഇല്ലാതാവുകയും നിൽക്കുന്നു. അങ്ങനത്തെ ഉള്ള സമയത്ത് ഈ പറഞ്ഞ ബ്ലെസ്സിങ്സ് ആയിട്ട് നിങ്ങളുടെ ലൈഫിൽ ചില കാര്യങ്ങൾ വരും. അത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാർക്ക് ഒട്ടും പറ്റുന്നില്ല, അല്ലെങ്കിൽ അതിൽ ഈഗോ അടിച്ച് നിൽക്കുന്ന കുറച്ചധികം ആൾക്കാരുണ്ട് എന്നുള്ളതായിട്ടാണ് കാണാൻ പറ്റുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫിൽ പല ആൾക്കാരും നിങ്ങളുടെ ലൈഫിൽ പലതും വെച്ച് നീട്ടുന്നുണ്ട്. അതൊന്നും സ്വീകരിക്കാൻ പറ്റാത്ത, അല്ലെങ്കിൽ അങ്ങനത്തെ ഒന്നും സ്വീകരിക്കത്തില്ല. നിങ്ങളുടെ ലൈഫിൽ എന്താണോ നിങ്ങൾക്ക് വേണ്ടത് അത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിഞ്ഞ് അതുവഴി മുന്നോട്ട് പോകുന്ന ഒരാളായിട്ടാണ് കാണാൻ പറ്റുന്നത്. നിങ്ങളുടെ ലൈഫിൽ പല സിറ്റുവേഷൻസ്, പല ഡൗൺ ഫെയിലിയർ നിൽക്കുന്ന സമയത്തും എന്ത് നിങ്ങളുടെ കയ്യിൽ നഷ്ടപ്പെട്ടാലും പല ആൾക്കാരും നിങ്ങളുടെ ലൈഫിൽ എന്ത് വെച്ച് നീട്ടിലും അതൊന്നും സ്വീകരിക്കാണ്ട് സ്വന്തം കഷ്ടപ്പാട് വെച്ച് പോകുന്ന ആൾക്കാരാണെന്ന് എത്ര വലിയ സിറ്റുവേഷനായാലും അങ്ങനെ മാത്രമേ നിങ്ങൾ പോവുള്ളൂ എന്നുള്ളത് വ്യക്തമായിട്ട് അറിയാമെന്നുള്ള ജെന്യുവിനായിട്ടുള്ള പീക്കായിട്ടുള്ള ഹ്യൂമൻ ബീയിങ് ആയിട്ടുള്ള ഒരു മനുഷ്യൻ ആണ് എന്നുള്ളതാണ് ഇവിടെ നീ കാണാൻ പറ്റുന്നത്. ഒരു ജെന്യുവിനാണ്. ഓക്കെ, അപ്പം ഓക്കെ ബൈ. അപ്പോൾ ഇതിന് പുറമെ ആരെങ്കിലും പേഴ്സൻ്റെ ഒരു താല്പര്യം ജസ്റ്റ് കോൺടാക്ട് ചെയ്യാനാണ്. ഓക്കെ ബൈ, ടാറ്റ. അടുത്ത വീഡിയോയിൽ കാണാം. സി യു.